Ladies and gentlemen, I welcome all of you to Bima Jewelers and Travancore Academy presents Mamagam, the War of Words, co-presented by Prakash Publications and CMA Cochin Chapter in association with Takshya 2021, PG and Research Department of Commerce, St. Peter's College, Kolancheri. 5 ഘട്ടങ്ങളിലായി നടന്ന ഈ മത്സരത്തിന്റെ അവസാനഘട്ട പോരാട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ ഘട്ട മത്സരത്തിൽ കാഴ്ചവെച്ച അതേ വീറും വാശിയോടും കൂടി എല്ലാ മത്സരാർത്ഥികൾക്കും മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ മാമാങ്കത്തെ ദ വാർ ഓഫ് വേർഡിന്റെ വിധികർത്താക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി സെയിന്റ് പീറ്റേഴ്സ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ ബിന്ദു ബിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപിക കൃഷ്ണ രാജു എന്നിനെ എത്രയും ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മാമാങ്കം ദി ബെസ്റ്റ് സ്പീക്കർ കോമ്പറ്റീഷന്റെ മത്സരാർത്ഥികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പോഡിയം നമ്പർ 1 സിദ്ധാർത്ഥ് എം ജോയ്. Podium number 2, Asif Mohammed. Podium number 3, Afia Biju. Podium number 4, Munawar Ali. Podium number 5, Abdul Wahab. And podium number 6, Hiba B. ഈ പരിപാടിക്ക് ചില നിയമങ്ങളുണ്ട്. മലയാള ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ. വാക്കുകളും ആശയങ്ങളും ആവർത്തിക്കരുത്. വ്യാകരണ പിഴവ് പാടില്ല. വാക്കുകൾ തമ്മിൽ ഇടവേള പാടില്ല. ഉദ്ധരണികൾ ഉപയോഗിക്കുവാൻ പാടില്ല. വിഷയത്തിൽ നിന്നും വ്യതിചലിക്കരുത്. ഒരാൾക്ക് സംസാരിക്കുവാനുള്ള പരമാവധി സമയം 50 സെക്കൻഡാണ്. തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ബസർ അമർത്തിയതിനു ശേഷം മാത്രം സംസാരിക്കുക. ആദ്യം ബസർ അമർത്തുന്ന ആൾക്ക് തടസ്സം വ്യക്തമാക്കിയതിനു ശേഷം തുടർന്ന് സംസാരിക്കുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. അവസാനഘട്ട മത്സരത്തിൽ 6 റൗണ്ടുകളാണുള്ളത്. റൗണ്ട് 1 പ്രയോഗം, റൗണ്ട് 2 പൊതുവിഷയം, റൗണ്ട് 3 ആൾമാറാട്ടം, റൗണ്ട് 4 പ്രയോഗം, റൗണ്ട് 5 സമകാലിക വിഷയം ആൻഡ് റൗണ്ട് 6 വാഗ്വാദം. ആദ്യത്തെ 5 റൗണ്ടുകൾക്ക് നിയമങ്ങൾ ബാധകമാണ്. ഓരോ 5 സെക്കൻഡിനും ഓരോ പോയിന്റുകൾ കൂടിക്കൊണ്ടിരിക്കും. അതായത് സംസാരിച്ചു തുടങ്ങി ആദ്യ 5 സെക്കൻഡ് വരെ 1 പോയിന്റ്, 5 മുതൽ 10 സെക്കൻഡ് വരെ 2 പോയിന്റ്, അങ്ങനെ 45 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ ആകുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നതാണ്. അവസാന ഘട്ടത്തിൽ അതായത് റൗണ്ട് 6ൽ നിയമങ്ങൾ ബാധകമല്ല. വാഗ്വാദത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. സംസാരത്തിന് ശേഷം മൈക്ക് ഓഫ് ആക്കാനും ഒച്ചത്തിൽ സംസാരിക്കുവാനും ഓരോ മത്സരാർത്ഥിയും ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ റൗണ്ടിനും 12 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ ചോദിക്കാം. ദി വാർ ഓഫ് വേർഡ്സിന്റെ ഈ പോരാട്ട വേദിയിലേക്ക് ഇനി ക്ഷണിക്കാൻ പോകുന്നത് ഈ മത്സരത്തിന്റെ സാരഥിയാണ്. വാക്കുകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന മാമാങ്ക വേദിയിൽ ഈ 6 മത്സരാർത്ഥികളെയും നയിക്കുവാൻ വേണ്ടി വാക്കുകളുടെ രാജകുമാരനായ RJ ഷബുവിനെ എത്രയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ നമസ്കാരം. ഹലോ, ഇത്രയുള്ളൂ എനർജി. ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പറയാം കേട്ടോ. ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഇംഗ്ലീഷ് പറയാൻ വേണ്ടി. അതാണ് അല്ലേ, അങ്ങനെ വേണമല്ലോ നമ്മൾ ചെയ്യാൻ. അപ്പൊ ഒരു വലിയ ഹലോ എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം തരുമോ? ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം. ഹലോ, ഇതാണ് ഇവിടുത്തെ എനർജി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഹലോ. ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ മൊത്തം 6 പേരുണ്ട്. അപ്പൊ 6 പേരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒന്ന് പറയുക എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സിദ്ധാർത്ഥൻ ജോയ് അല്ലെ. സിദ്ധാർത്ഥൻ ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്, എന്നാലും ചെറുതായിട്ടുണ്ട്. ഇവിടെ മറ്റേ ഷീൽഡ് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷീൽഡ് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഒരു ലൈഫ് ലൈൻ ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെ അല്ലേ.
ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥ പറഞ്ഞോ. എന്റെ പേര് സിദ്ധാർത്ഥൻ ജോയ്. ഞാൻ കേരള സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ MA ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പൊ മാത്രമേ ഇംഗ്ലീഷ് പറയാൻ പറ്റത്തുള്ളൂ. അതെ. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്പീച്ചുകൾ ഡിബേറ്റ്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു? അതോ അത്യാവശ്യം കുറച്ചൊക്കെ ആണ്? അതിന്റെ ട്രോഫീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ചെറുതായിട്ട് 2 വീട്ടിലുണ്ട്, ചെറുതായിട്ട് കൂടുതൽ പറയുന്നില്ല അല്ലേ? ഓ ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി സെക്കൻഡ് പാർട്ടിസിപ്പന്റ് ആസിഫ് മുഹമ്മദ്. ആസിഫ് വന്നപ്പോഴേ ഞാനോട് ഇരുന്നപ്പോഴേ ചെറിയ ചിരിയൊക്കെ ചിരിച്ചില്ലേ? ഇങ്ങനെയൊക്കെ കാണിച്ചു. ആസിഫ് എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന്. കൊല്ലക്കാരൻ. ആ, എന്റെ പേര് ആസിഫ് മുഹമ്മദ്. ഞാൻ പാലാ സെന്റ് തോമസിൽ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിൽ മത്സരിക്കാനുണ്ടായ ഒരു ഇതെന്തായിരുന്നു? ഒരു ഇൻസ്പിറേഷൻ? ഞാനും ഇവിടുത്തെ ആലനും ഒരു ഗ്രൂപ്പിലുണ്ട്, MGയുടെ ഇംഗ്ലീഷ് ഫ്രണ്ട്സിന്റെ കോർ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആലൻ ആദ്യം ആ ഗ്രൂപ്പിൽ ഇതിന്റെ പോസ്റ്റർ ഇട്ടു. പിന്നെ ആലൻ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു. പിന്നെ പങ്കെടുത്തു. ആണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? കപ്പടിക്കോ? അത്ര ആത്മവിശ്വാസം ഇല്ല, അത്ര ആത്മവിശ്വാസം ഇല്ലെന്ന്. നമ്മൾ എന്ത് പരിപാടിക്ക് വന്നാലും ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമാണ് വേണ്ടത്. നമ്മൾ നോക്കുമെന്ന് അറിഞ്ഞാൽ പോലും അത് അമിതാത്മവിശ്വാസമായി പോകത്തില്ല എന്നൊരു അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ ആവാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശരി, അപ്പൊ ഇനി തേർഡ് പാർട്ടിസിപ്പന്റ് അല്ലേ? ആഫിയ ബിജു. ആഫിയ എവിടുന്ന? ആഫിയ വരുന്നേ? ഇത് എന്റെ കോളേജാണ്. ആഹാ, അപ്പൊ ഒരു വലിയ കൈയടി. അപ്പൊ എന്നറിയോ, റിസ്ക് കൂടുതലാ. സ്വന്തം കോളേജ്, സ്വന്തം ടീച്ചേഴ്സ്, ഇങ്ങനെയാണെന്ന് ഞാൻ തോറ്റു കഴിഞ്ഞാൽ അല്ലേ? അപ്പം ഉണ്ട്. ആരാ പറഞ്ഞേ? ശരി, അപ്പൊ ആ ഒരു അഭിമാനം നമ്മള് കാത്തു സൂക്ഷിക്കണം. എനിക്ക് പ്രതീക്ഷയില്ല, കാരണം ഞാൻ ഇത്തരം ഒരു മത്സരവേദിയിൽ ആദ്യമാണ്. ഞാൻ ഒരു നിമിഷം എന്നുള്ള പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട്, കാരണം ഈ ചേട്ടനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പേടിയുണ്ട് എനിക്ക്. ആ ചേട്ടനാണോ പുലി എന്നാണോ പറയുന്നേ? സിദ്ധാർത്ഥ പുലിയാണോ? അതാണ് അവിടെ ഇവിടെ ചെറിയ ട്രോഫിയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇങ്ങനെയുള്ള സ്പീച്ചുകള് അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികള് അല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റ് കോമ്പറ്റീഷൻ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഡിബേറ്റിനും എലക്യൂഷനൊക്കെ പോവാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഇടർച്ചയില്ലാതെ ഇങ്ങനെ വ്യാകരണ പിഴവില്ലാതെ സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴേ മലയാളം ഒന്നും വേണ്ട, ഇത് ഇൻട്രൊഡക്ഷൻ. ഇതിൽ ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കോ? പരിപാടി തുടങ്ങിയിട്ടില്ല. ഓക്കെ, പക്ഷെ എന്തായാലും ആ ഒരു ട്രൈ അടിപൊളിയാ, ഒരു റിഹേഴ്സൽ പോലെ അല്ലേ? ഫൈൻ, സൂപ്പർ. അപ്പൊ നമ്മുടെ നാലാമത്തെ കണ്ടസ്റ്റന്റ് മുനവർ അലി ഫ്രം മലപ്പുറംകാരൻ. അതായത് ഫുഡിന്റെ നാടാണ് അല്ലേ? അവിടെ മലപ്പുറംകാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. സത്യം, നമ്മളവിടെ ഓരോ പരിപാടിക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവര് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വരുന്നു, ഓക്കെ പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ചേട്ടാ വീട്ടിൽ വരിക, അവിടെ വീട്ടിൽ നല്ല ഫുഡ് ഉണ്ടാക്കുക, അത് കഴിപ്പിക്കാൻ മതി എന്ന് പറഞ്ഞാൽ ചേട്ടാ കുറച്ചുകൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ്. ആണോ മുന്നോട്ട്? അങ്ങനെയാണോ? സ്നേഹത്തിന്റെയും കൽപ്പന്തകളിയുടെയും എല്ലാത്തിന്റെയും നാടാണ് മലപ്പുറം. അപ്പൊ തിരിച്ചു പോകുമ്പോ ഞാനും കൂടെ വരട്ടെ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും പറയും മനസ്സില് എന്നാണോ? അപ്പൊ ഇതിലേക്ക് വരാനുള്ള ഒരു കാര്യം, ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലൻ പേഴ്സണലായിട്ട് വിളിച്ചിരുന്നു. ഈ അലൻ ആരെ എല്ലാരും പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്? കൊച്ചു കള്ളൻ. അലനൊരു കൈയ്യടി കൊടുക്കുമോ? അല്ല, അലന്റെ കാര്യം ഞാനിവിടെ വന്നിട്ടാണ് അലനെ കണ്ടത്. അലൻ ഈച്ച് ആൻഡ് എവരിത്തിങ് എല്ലാ കാര്യവും വളരെ വ്യക്തവും ശക്തവുമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. റൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഓക്കെ, അപ്പൊ അലൻ പേഴ്സണലായിട്ട് വിളിച്ചു. എന്നിട്ട് ശരി, പക്ഷെ ഇവിടെ എത്തി. അപ്പൊ ഇനിയിപ്പോ 5 പേരുണ്ട്, ജയിച്ചേ പറ്റുമെന്നല്ലേ? ആർക്കും ഒരു വിശ്വാസം ഇല്ലെന്നുള്ളതാണല്ലേ ടീച്ചറെ? എല്ലാവരോടും ചോദിക്കുമ്പോഴേ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ആഫിയ പറഞ്ഞു പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ അങ്ങനൊന്നല്ല, എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാവരും ജയിക്കുക അല്ലേ? ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് കോൺടെസ്റ്റന്റ് അബ്ദുൾ വഹാബ്. അബ്ദുള്ള എവിടെയാണ് സ്ഥലം? പറഞ്ഞു. ആലുവക്കാരൻ, എറണാകുളംകാരൻ. അടിപൊളി. ബാക്കി പോരട്ടെ. ഞാൻ പഠിക്കുന്നത് BS കോളേജ് മാറമ്പള്ളിയിലാണ്. അവിടെ 3ാം വർഷം BBA വിദ്യാർത്ഥി. BBA. ഞാനും BBA വിദ്യാർത്ഥിയാണ്. BBA എടുക്കാനുള്ള കാര്യം എന്താ? BBA എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ LLBക്ക് ട്രൈ ചെയ്തിരുന്നു. അപ്പൊ അത് കിട്ടാത്തതിന്റെ പേരിൽ LLBക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് BBA LLBക്ക് പോകാൻ വേണ്ടിട്ട് BBA എടുത്തതാണ്. ആണ്, ഞാൻ BBA എടുത്ത് എന്താണെന്ന് അറിയൂ, കണക്ക് കുറവാണ് അതിനകത്ത്. മാത്തമാറ്റിക്സ് എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു.
ജയിച്ചിട്ടേ ഇല്ലായിരുന്നു. ആകെ 10ലും അതുപോലെ +2ലും ഡിഗ്രിക്ക് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. മോഡൽ എക്സാമിനൊക്കെ എനിക്ക് 80-ൽ 8 മാർക്കൊക്കെ ആയിരുന്നു. ഗുഡ് ഡിസിഷൻ. ABA-ക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 സെമസ്റ്ററിനൊക്കെ മാത്സ് ഉണ്ടോ അല്ലേ? ആണല്ലേ. വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? വീട്ടില് ആരൊക്കെയാണ്? വൻ സപ്പോർട്ടാണ്. ജയിച്ചു വരണമെന്ന് പറഞ്ഞോ? ജയിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹിബ വി ഫൈനൽ കണ്ടസ്റ്റന്റ് ആണ്, 6th കണ്ടസ്റ്റന്റ് ആണ്. പറഞ്ഞു. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ജാമിയ മില്ലിയയില് MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ. MA ഇംഗ്ലീഷ് ആണ്, പക്ഷെ ഇവിടെ മലയാളം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെന്താണ്? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പറയാറില്ല, അതുകൊണ്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ MA ഇംഗ്ലീഷ് എടുത്തത് ഇംഗ്ലീഷ് എടുത്ത എല്ലാവരും ഇംഗ്ലീഷ് എഴുതിയ മാത്രം മതി? അങ്ങനെയല്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളമാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ പറയുമ്പോൾ നമുക്ക് MA ഇംഗ്ലീഷ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യാം. ആണ്. ഓക്കെ, അപ്പൊ ഫൈനലി ഇപ്പൊ നമുക്ക് തുടങ്ങാം. മൊത്തം എത്ര റൗണ്ട് ഉണ്ട്? ആർക്കാണ് ഇതിനെ പറ്റി ഒരു ക്ലൂ ഉള്ളത്? ആർക്കാണ് അറിയാവുന്നത്? പറഞ്ഞു. സിദ്ധാർത്ഥൻ, എത്ര റൗണ്ട് കാണും മൊത്തം? 6 റൗണ്ട്. 6 റൗണ്ടും എങ്ങനെയായിരിക്കും? ആദ്യത്തെ 5 റൗണ്ടുകൾ പ്രയോഗം, പൊതുവിഷയം, പിന്നെ അതിനുശേഷം വീണ്ടും ഒരു പ്രയോഗം, പിന്നെ സമകാലിക വിഷയം, അതിനുശേഷം ഏതായാലും കൂടുതൽ പ്രയോഗങ്ങളൊന്നും വേണ്ട. ഫസ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇതിന്റെ റൂൾസ് ഒന്നുകൂടെ ഞാൻ പറയാം. മലയാളം മാത്രമേ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും ഇംഗ്ലീഷ് പറയാൻ വേണ്ടി. പക്ഷെ പറയരുത്. പിന്നെ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഏത് വാക്കാണെങ്കിലും അത് എന്തും ആയിക്കോട്ടെ, ആ വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. സിദ്ധാർത്ഥ് ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നു. 50 സെക്കൻഡാണ് ആ വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ളത്. സംസാരിച്ച് 50 സെക്കൻഡ് ഒന്നും പോയാൽ പോയി. ഒരു 10 സെക്കൻഡ് വരെ ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മലയാളം പറഞ്ഞാൽ അത് നിങ്ങളായിരിക്കണം കണ്ടുപിടിക്കേണ്ട, ബാക്കിയുള്ള 5 കോണ്ടസ്റ്റൻസ്. അപ്പൊ ഏറ്റവും കൂടുതൽ അലേർട്ട് ആയിട്ട് ഇതിൽ നിൽക്കേണ്ടത് ആരാണ്? സംസാരിക്കുന്ന ആളാണോ അതോ ബാക്കിയുള്ളവരാണോ? അതോ ഞാനാണോ അതോ നമ്മുടെ ടീച്ചേഴ്സ് ആണോ? ബാക്കിയുള്ളവര് അല്ലേ? നിങ്ങൾ അപ്പോൾ ബസ് അമർത്തുക. ആരെങ്കിലും ഒരാൾ ഡെമോ ബസ് അമർത്തിക്കേ. ഓക്കെ, അപ്പൊ ഈ അമർത്തി ഇപ്പൊ അവിടെ വന്നെന്ന് കാണിച്ചു. അപ്പൊ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് അമർത്തിയെന്നുള്ളതിന്റെ തെളിവാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അമർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസിഫാണ് സംസാരിച്ചത്. ആസിഫ് സംസാരിച്ചതിൽ തെറ്റുണ്ട്. സിദ്ധാർത്ഥ് ചൂണ്ടിക്കാണിക്കുന്നു. ആ ബസ്സിൽ അമർത്തി കഴിഞ്ഞാൽ പറയണം എന്താണ് ആസിഫ് റിപ്പീറ്റ് ചെയ്തത്, എന്താണ് തെറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥ ആയിരിക്കും ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇത്രയും 4 അമർത്തിക്കും. എന്താ ഞാൻ പറഞ്ഞില്ലേ തെറ്റെന്ന്? വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയ കച്ചി കള്ളൻ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ റൗണ്ട് 1 നമ്മുടെ ഞാൻ പേരൊക്കെ ഒന്ന് പഠിച്ചു വരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിലിങ്ങനെ നോക്കും. ഓക്കെ, റൗണ്ട് 1 സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ തന്നെ പ്രയോഗമാണ്. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഏറ്റവും ആദ്യമായി സംസാരിക്കേണ്ടത് സിദ്ധാർത്ഥ് M. ജോയി ആണ്. അപ്പോ ടോപ്പിക് ഇതാണ്. എല്ലാവർക്കും ഇത് തന്നെയാണ് ടോപ്പിക്. പറയട്ടെ. റൗണ്ട് 1 പ്രയോഗം presented by Travancore Academy. ഓക്കെ, ഡൺ. അപ്പൊ ടോപ്പിക് പറയാണ് അജഗജാന്തരം. സ്റ്റാർട്ട് ചെയ്തു. ബാലരമയിലെ സൂത്രനും ഷേരുവും എന്ന കഥയിൽ അജഗജൻ എന്നൊരു ആടുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്ധോരണികൾ 6 ഹിബയിൽ എന്താ റിപ്പീറ്റ് ചെയ്തു? എന്താ അഭിപ്രായം? സൂത്രനും ഷേരു എന്ന കഥയിൽ അജഗജൻ എന്നൊരു പറയാൻ പറ്റില്ല. എന്ന ഒരു അല്ലേ? അപ്പൊ പോയി പണിവാളി അല്ലേ? അപ്പൊ ഇനി ഹിബ അല്ലേ ടീച്ചേഴ്സ്? ഓക്കെ, കുഴപ്പമില്ല. റൗണ്ട് ഇഷ്ടം പോലെ അല്ലേ? നമ്മൾ എത്ര കണ്ടിരിക്കുന്നു സെയിം തിങ്സ്. ഓക്കെ, അപ്പോ ഹിബ ഈ ഒരു ടോപ്പിക് തന്നെയാണ് അജഗജാന്തരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറയട്ടെ. കഥകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അജഗജാന്തരമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്
നിങ്ങൾ അങ്ങ് മുടിഞ്ഞ പോരാട്ടമാണല്ലേ. ആ പറ. അജഗജാന്തരമുള്ള വ്യത്യാസം വ്യാകരണപരമായി തെറ്റാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അർത്ഥം. ആണോ ടീച്ചേഴ്സ്? കറക്റ്റ് ആണോ തെറ്റാണോ? പോയാ രണ്ടുപേരും പോയി. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. സിദ്ധാർത്ഥാണ് വീണ്ടും പ്രശ്നം പറഞ്ഞത്. അപ്പൊ വീണ്ടും സിദ്ധാർത്ഥന് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറൊരു കണ്ടസ്റ്റന്റ് കൊടുക്കാമല്ലോ. സിദ്ധാർത്ഥൻ തന്നെ പറയാമോ? അതാണ് ഓക്കെ. അപ്പൊ റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം പോലെ വർഗപരമായ ഒരുപാട് വ്യതിരിക്തതകൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക സമത്വത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം കൃത്യമായി പറയുകയാണെങ്കിൽ ചങ്ങാത്ത മുതലാ സിദ്ധാർത്ഥ് പറയുക റിപ്പീറ്റ് ചെയ്തു. ആദ്യം സ്വയം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവ്. റിപ്പീറ്റ് ചെയ്തോ? സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. ഒരു കൈ ഞാൻ തരുന്നില്ല, ഇങ്ങനെ വെച്ചോ. കോഡ് പ്രോട്ടോകോൾ ഓക്കെ. പക്ഷെ ഇവിടെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. 1 hand distance അല്ല, 2 hand distance ആണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. സോ അതുകൊണ്ട് സേഫ് ആണ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഹിബ, വീണ്ടും ഹിബ, നിങ്ങൾ എല്ലാവരുടെ വൻ തകർപ്പ് കളിയാണല്ലേ. ഒരു കൈയിനെ കൊടുക്കും. ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയില്ല, ബാക്കിയുള്ള 4 പേരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൈയിടി. ഓക്കെ ഹിബ, കം ഓൺ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സമകാലിക രാഷ്ട്രീയത്തിലെ സാമ്പത്തികമായ അസമത്വങ്ങളെ കുറിച്ച് വാചാലനാകുന്ന എന്റെ സുഹൃത്തിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അജഗജാന്തരം എന്ന് പറയുന്നത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് 4 സന്തോഷമായി ഗോപിയേട്ടാ. 4 ആരാ? അയക്കണെന്ന് പറയണേ. എന്നത് എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ. അപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം 4ാം നമ്പറുകാരൻ പറയാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ മുനവർ അലി, യുവർ ടൈം സ്റ്റാർട്ട്സ്. വ്യതിയാനങ്ങളുള്ള ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ 2 ലാഗ് ഉണ്ടോ? ഉണ്ടോ? നമുക്കൊന്ന് പരിഗണിക്കണോ? ലാഗ് ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. തോന്നിയില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചത്. വലിയ രീതിയിൽ, കാരണം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ഒന്നുകൂടെ തുടങ്ങിക്കോ. ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ടുള്ള 2 വാക്കല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യമായി 4ാം ക്ലാസ്. ശരി, അത് ലാഗ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താണെന്നറിയോ, ഇപ്പൊ ഈ ലാഗ് നമ്മൾ പറഞ്ഞത് നന്നായി. കാരണം നമ്മളിനി എല്ലാ പാർട്ടിസിപ്പൻസും കോണ്ടസ്റ്റൻസും സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ, നമ്മൾ ആലോചിച്ച് പറയാനുള്ള സമയമില്ല, നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ പറയുക. കാരണം ടോട്ടൽ ലാഗ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ലാഗ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, റെഡി? ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് ആസിഫിന്റെ ടൈം തുടങ്ങുകയാണ്. സ്റ്റാർട്ട്സ്. ആംഗലേയ ഭാഷ നമ്മളാണ്. അറിഞ്ഞില്ലല്ലേ? ഓക്കെ. അപ്പൊ സിദ്ധാർത്ഥ്, ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാനും സ്വെറ്റ്ലാന അലക്സിവിച്ചും പെരിയാത്രിക്കവും നദിക്കരയിലുള്ള ചെക്കോസ്ലോവാക്യൻ പുസ്തകശാലയിൽ ഇരുന്ന് ബൃഹദാരണ്യോപനിഷത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അജഗജാന്തരം എന്ന വാക്ക് കണ്ടിപ്പെട്ടത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി ചൂഷക മുതലാളിത്തം ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് 5 ആളുകളുടെ വാക്ക് റിപ്പീറ്റ് ചെയ്തു. അബ്ദുൾ വഹാബ് അല്ലേ? റിപ്പീറ്റ് ചെയ്തോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്തു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നല്ലൊരു ട്രൈ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ചെക്കോസ്ലോവാക്യ പറഞ്ഞ് ചൂഷണം ചെക്കോസ്ലോവാക്യൻ പുസ്തകശാല. ഓക്കെ. അപ്പൊ അബ്ദുൾ വഹാബ് ഫസ്റ്റ് സമയം അറിയാതെ. അജഗജാന്തരം എന്ന വാക്കുഞ്ഞായി സംസാരിക്കുമ്പോൾ എന്റെ സുഹൃത്ത് നേരത്തെ അത് കുഴപ്പമില്ല. അത് നമുക്ക് അല്ലെ, അത് എന്തോ ഒരു അത് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രശ്നമുണ്ടോ? ശരി, ഓക്കെ. സിദ്ധാർത്ഥ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അജഗജാന്തരം
4 ചെറിയൊരു വിക്കൽ വന്നു അവിടെ. യെസ്. അപ്പൊ തുടങ്ങിയോ? ടൈം സ്റ്റാർട്ട്സ് നൗ. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു 50 സെക്കൻഡ് ബോഡി. കം ഓൺ. ടൈം സ്റ്റാർട്ട്സ് നൗ. സമരമരങ്ങളിൽ തണൽ വിരിച്ച വാക്കുകൾ. എനിക്ക് തോന്നുന്നു ബസർ അമർത്തി കഴിഞ്ഞപ്പോൾ ആ വാക്കുകൾ കഴിഞ്ഞ് കുറച്ച് ലാഗ് വന്നു. ആരാ ബസർ അമർത്തിയപ്പോ? എപ്പോഴാണ് ലാഗ് വന്നത്? ആണ്. ഓക്കെ. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിൽ വിശ്വപ്രസിദ്ധയായ സുന്ദര കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് രണ്ടാളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നിടത്താണ് എങ്ങനെയാണ് ആളുകൾ പരസ്പരം ഓക്കേ. എങ്ങനെയാണ് അതിന് ശേഷം ലാഗ്? എങ്ങനെയാണ് ശേഷം ലാഗ് ഉണ്ടോ? കുറച്ച് ഉറക്കെ പറയൂ എല്ലാവരും. ലാഗ് തോന്നിയില്ല? ഓക്കെ, കണ്ടിന്യൂ. പരസ്പര പൂരകങ്ങളായ രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് വ്യക്തികളിൽ നിന്ന് പോയി നമ്മുടെ സ്വന്തം കോളേജിലെ സ്വന്തം കുട്ടി അല്ലേ? ആഫിയ ബിജു ബിജു കൈയടിച്ചോ. സ്വന്തം കോളേജ് ആകുമ്പോ കൈയടിയുടെ ശക്തി കൂടും. ഏത് പേര് തോന്നി? അതുകൊണ്ടല്ലേ സൗണ്ട് കൂടിയത്. ഇവിടെ ഒന്ന് മത്സരിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമസ്കാരം. പണ്ടെന്റെ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ലോകവും ചെറിയ മനുഷ്യരും എന്ന് പറഞ്ഞ് കളിയാക്കിയ ആരാണ് ബസ് അമർത്തിയത്? ഹിബ പറഞ്ഞോ. അറിയാതെ പറ്റിയതാണ്. തുടങ്ങിക്കോ. പറഞ്ഞോ. അതൊരു ഉദ്ധരണിയല്ലേ? വലിയ ലോകവും ചെറിയ മനുഷ്യരും, അതൊരു പുസ്തകത്തിന്റെ പേരല്ല, അപ്പൊ ഉദ്ധരണിയല്ലേ? എന്താണ് അഭിപ്രായം? പക്ഷെ എനിക്കത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ ഒരു പാടാണ് സംസാരിക്കാൻ. ഐ അണ്ടർസ്റ്റുഡ്. അപ്പൊ മാക്സിമം ആൾക്കാർ എന്താണെന്നറിയോ, ബസർ അമർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അമർത്തുക. കാരണം അവർക്ക് ആ സംസാരിച്ച് വരുമ്പോൾ ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, സോറി. തുടങ്ങിക്കോ. എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ തീർന്നു. ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ്. ആരാണ് ബസർ അമർത്തിയത്? നമ്മുടെ ആസിഫ്. കത്തിക്കോ. റെഡി? അപ്പൊ തന്നെ പറഞ്ഞോ. 6.5 അടി നീളമുള്ള ഞാൻ 130 സെന്റിമീറ്റർ മാത്രം നീളമുള്ള സെന്റിമീറ്റർ 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 മീറ്റർ മലയാളം സെന്റിമീറ്റർ മലയാളം ആണ്. നീ എന്നെ കൊല്ലരുത്. സെന്റിമീറ്റർ മലയാളം ഇതാ ബസർ അമർത്തിയത് ആരാ? 3 സെന്റിമീറ്റർ മലയാളം പറ. ഇഞ്ചോ അടിയോ ആയിട്ടോ വേണമെങ്കിൽ പറയാമായിരുന്നു. അടി പറഞ്ഞു. സെന്റിമീറ്റർ അത് ഇഞ്ചോ അടിയായിട്ട് പറയുന്നില്ലേ? ഇഞ്ചോ അടിയായിട്ടല്ല, സെന്റിമീറ്ററിന്റെ മലയാളം സെന്റിമീറ്റർ ഇഞ്ചായിട്ട് പറയുന്നില്ലേ? ഞാൻ ആദ്യം അടി പറഞ്ഞു, പിന്നെ എന്റെ കണക്ക് സെന്റിമീറ്റർ. പക്ഷെ ഇഞ്ചായിട്ട് പറയുന്നില്ലേ? സെന്റിമീറ്റർ മലയാളം. ഓക്കെ, ശരി ശരി ശരി. സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം ടീച്ചേഴ്സ്? നമുക്ക് ഇഞ്ചായിട്ട് അത് പറയാം തീർച്ചയായിട്ടും, അല്ലെ? അല്ലെങ്കിൽ ഒരു അടിയായിട്ട് പറയാം. അടിയായി പറയേണ്ടതാണ്. കാരണം അതിനൊരു ഓപ്ഷൻ ഉണ്ട്, ഇഞ്ചോ അടിയായിട്ട് പറയാം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് പുസ്തകം പറയാമല്ലോ, പക്ഷെ ബുക്കും ബുക്കാണല്ലോ. അതേ ഉള്ളൂ. ഓക്കെ, ആരാ ബസ് അമർത്തിയത്? ആഫിയ, തുടങ്ങി. നമസ്കാരം. രാഷ്ട്രമീമാംസ വിഭാഗത്തിന്റെ മുന്നിലൂടെ ഞാനും എന്റെ സുഹൃത്തായ ദേവിക ഉണ്ണിയും നടന്നു പോകുമ്പോൾ ആരെയും ബസ് അമർത്തി. ഒരു മിനിറ്റ്. 4 ആരാണ്? ഏതാ? സുഹൃത്തായ എനിക്ക് തോന്നിയില്ല. ബാക്കി നമ്മുടെ വിധികർത്താക്കളാണ് പറയേണ്ടത്. ആരെയാ കഴിഞ്ഞിട്ട് ലാഗ് തോന്നും? ഓക്കെ, എല്ലാവരും പണി തന്നെയാണ് അല്ലേ? സ്വന്തം കോളേജ് ആയതുകൊണ്ടാണോ? ഓക്കെ, തുടങ്ങിക്കോ. ഫ്ലോ ഇല്ല, തുടങ്ങിക്കോ. ഏത് ദേവിക ഉണ്ണി ഇവിടെ ഉണ്ടെങ്കിൽ തല്ലി ഇല്ലെങ്കിൽ ഉപയോഗിച്ചോ. ഓക്കെ, തുടങ്ങിക്കോ. നടന്നു പോകുമ്പോൾ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ ഉയരത്തെ രേഖപ്പെടുത്തിയ സുഹൃത്തിനെ ഓർത്തു പോവുകയാണ്. എന്തുകൊണ്ടാണ്? സുഹൃത്തായ ദേവികയും വേറൊരു സുഹൃത്തും അവസാനം സുഹൃത്ത് അല്ല, ആദ്യം ഇതിന്റെ പോകാനല്ലേ? സെയിം ആണ്. സുഹൃത്ത് 2 പ്രാവശ്യം പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞോ. ഞാനും എന്റെ സുഹൃത്തും നടന്നു പോകുമ്പോൾ എന്റെ മലയാള അധ്യാപകനും ഇതേ പ്രയോഗം ഉപയോഗിച്ചായിരുന്നു. ഞാനും എന്റെ പറഞ്ഞു. ഞാനും എന്റെ സുഹൃത്തും കഴിഞ്ഞ എന്റെയും കൂടെ പറഞ്ഞു.
പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ പറയാം, വിളിച്ചോ. എഴുതി പഠിച്ച വാക്കുകൾ പറയാൻ കിട്ടാതെ ആദ്യമായി പ്രസംഗിക്കാൻ കഴിയും. അവിടെ പോയി പ്രസംഗി അല്ലേ? അപ്പൊ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ ഒരു അംഗം കൂടെ. പ്രസംഗ സംഗീതം എന്ന് പറയും. അത് മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. ഒരു അംഗം കൂടെ റെഡി അല്ലേ? 50 സെക്കൻഡ് പൊളിച്ചടക്കണം. 50 സെക്കൻഡ് ഒന്നും പറ്റൂല, ഒരു 10 സെക്കൻഡ് ഒക്കെ പോയാൽ ഓക്കെ. രാജാവി 15. പ്രതീക്ഷ അമിതഭാരം ഇല്ലാതെ കേൾക്കണം. മഹാമാരിയുടെ കാലത്ത് വരണ്ടു വിണ്ടുകീറിയ പാദങ്ങളുമായി രാജ്യത്തിന്റെ ഭൂപടം തിരുത്തി എഴുതിയ തൊഴിലാളികളും അംബാനിയും അദാനിയും അടങ്ങുന്ന കുത്തകകളും തമ്മിലുള്ള അജഗജാന്തരമുണ്ടല്ലോ. സാമ്പത്തിക അസമത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനം ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ഈ വ്യത്യാസമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. 7ാം ക്ലാസ്സിലെ പാരഗ്രാഫ് അല്ലേ ഇത്? പഠിച്ചതല്ലേ? മറ്റേ ആ സബ്ജക്ട് തോറ്റപ്പം എംപോസിഷൻ എഴുതി, അതല്ലേ ആൻസറല്ലേ ഈ പറഞ്ഞത്? വ്യക്തിപരമായ വെളിപ്പെടുത്തൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യമല്ലേ? സത്യമല്ലേ? ഓക്കെ, ആ രണ്ടാര എന്താ പറഞ്ഞത്? വ്യത്യാസം ആവർത്തിച്ചു. വ്യത്യാസം, അജഗജാന്തരം വ്യത്യാസം, അത് രണ്ടും അതല്ല വ്യത്യാസം. അംബാനിയും തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും വ്യത്യാസമാണ്. ശരി, അത് കറക്റ്റ്. ഓക്കെ, സെറ്റ്. അപ്പൊ തുടങ്ങിക്കോ. ഉയരത്തെ മാത്രമല്ല കഴിവിനെയും അറിവിനെയും ഇതേ അജഗജാന്തരം കൊണ്ട് തന്നെ കഴിവിനെയും അറിവിനെയും രണ്ടും രണ്ടാണ്. ഓൺലൈനിൽ നടത്തിയിട്ട് ഇത് പറഞ്ഞപ്പോ കഴിവിനെയും അറിവിനെയും രണ്ടും രണ്ടാണ്. ഓക്കെ, കണ്ടിന്യൂ. ഫ്ലോ പോയി, അത് കുഴപ്പമില്ല, ഒരു പ്രാവശ്യമല്ലേ ഫ്ലോ പോയുള്ളൂ. തുടങ്ങിക്കോ. ഉയരത്തെ മാത്രമല്ല കഴിവിനെയും അറിവിനെയും ഇതുപോലെ അജഗജാന്തരമായി വ്യത്യാസപ്പെടുത്തുന്ന അധ്യാപകർ നമ്മൾക്കിടയിൽ ഉണ്ട് എന്ന്. ഓക്കെ, വീണ്ടും ഹിബ. എന്താണ് ഹിബ ഈ കുട്ടി തെറ്റിച്ചത്? അജഗജാന്തരം വ്യത്യാസം ഒരുമിച്ച് വന്നു. നേരത്തെ പറഞ്ഞു വീണ്ടും വ്യത്യാസം പകപോക്കാണ്. ഹിബ തുടങ്ങിക്കോ. ഒന്നും നോക്കാനില്ല, വെച്ച് പിടിച്ചോ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് എന്ന ബോധത്തിൽ ഊന്നുമ്പോഴാണ് ഇവിടെയുള്ള വിവരങ്ങൾക്കും വിവരാവകാശ നിയമങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാട്ട് പോലെ പാടുമ്പോ കണ്ടുപിടിക്കുന്നില്ലെന്ന് വിചാരിച്ചോ? ബസറ അമർത്തി കൊച്ച്. രണ്ടാര എന്ന് തന്നെ വാക്ക് ആവർത്തിച്ചു. തുടങ്ങിക്കോ. ഇത് റൗണ്ട് തീർക്കേണ്ട സമയമാകുമ്പോൾ ജഡ്ജസ് കൈൻഡ്ലി ഇൻഫോം ചെയ്യും കേട്ടോ. ഓക്കെ, പറഞ്ഞോ. എനിക്ക് കിട്ടിയ അവസരം തട്ടിപ്പറിച്ച സുഹൃത്തിൽ നിന്ന് അത് തിരിച്ചെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാം, അജഗജാന്തരം എന്ന വ്യത്യാസമായി പോയില്ലേ സിദ്ധാർത്ഥൻ? ശ്രേണിവൽകൃതമായ ജാതി വ്യവസ്ഥ കൊണ്ട് ചാതുർവർണ്ണയത്തിന്റെ ചതുരക്കട്ടകളിലേക്ക് ആളുകളെ തിരിച്ചിരുത്തിയിരുന്ന ഒരു കാലത്ത് നിന്നും സമത്വത്തിന്റെ പോയി എന്താണ് പോയെന്നൂടെ പറഞ്ഞു. ആളുകളെ തിരിച്ചു നിർത്തിയിരുന്നു. ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തേ. ശ്രേണിവൽകൃതമായ ജാതി വ്യവസ്ഥയുടെ കാലത്ത് ചാതുർവർണ്ണയത്തിന്റെ ചതുരക്കട്ടകളിലേക്ക് ആളുകളെ തിരിച്ചു നിർത്തിയിരുന്നു. സോറി ആദ്യം പോലും പറയാൻ പറ്റും. അത് ചാതുർവർണ്ണയത്തിന്റെ ചതുരക്കട്ടകളിലേക്ക് ആളുകളെ തിരിച്ചു നിർത്തിയിരുന്ന അജഗജാന്തര ജാതിയുടെ കാലത്ത് നിന്നും എവിടെ എന്താണ് 4 പറഞ്ഞു? അജഗജാന്തര ജാതിയുടെ ഞാൻ ഒന്ന് ശ്വാസം കിട്ടതായിരുന്നു. കൊണ്ടുവരുന്നു. അതാരെ കണ്ടുപിടിച്ച പറഞ്ഞോ. തുടങ്ങിക്കോ. അജഗജാന്തരം എന്ന വാക്ക് എന്റെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് അവിടെ പോയി ഓർമ്മിക്കാൻ പാടില്ല. ഓർമ്മിക്കാൻ പാടാൻ പറ്റില്ല. അപ്പൊ 3 തുടങ്ങിക്കോ. പെട്ടെന്ന്. എന്റെ ചിന്തയും വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്നത് തന്നെയാണ് ഇവിടെ ഈ പ്രയോഗത്തിന്റെ ശ്രേഷ്ഠമായ പദവിയിലേക്ക് എടുത്തു കാട്ടുവാൻ ഓർമ്മിക്കുന്നത്. ഏറ്റവും വ്യക്തമായി പറയുകയാണ് എങ്കിൽ ഞാൻ ഓർക്കുന്നതൊന്നും പറയുവാൻ ശ്രമിക്കാറില്ല എന്നത് തന്നെയാണ്. അസ്പൃശ്യതയുടെ ചാവുനിലങ്ങളിൽ പെട്ടുടേറിയിരുന്ന ഒരു സമൂഹത്തിന്റെ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി സമത്വത്തിന്റെ ഗംഗാതീർത്ഥത്തിലേക്ക് ആനയിച്ച ബാബാറാവു അംബേദ്കറിന്റെ ഭരണഘടനയെ ഓർത്തുകൊണ്ട് തുടങ്ങട്ടെ. ആളുകൾ തമ്മിലുള്ള വ്യത്യാസം, ജാതീയമായ ഭിന്നതകളുള്ള ഒരു രാഷ്ട്രത്തെ സമത്വം. വ്യത്യാസം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. തുടങ്ങിയോ. മലയാളിയും മലയാളക്കരയും എന്നും ലോകത്തിന് മുൻപിൽ ശ്രദ്ധേയമായ ഭാവം കൊണ്ട് മുന്നിട്ട് നടന്നിട്ടുള്ളവരാണെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. വ്യത്യസ്തമായ ഭാഷകളും രീതികളും കൊണ്ട് അല്ല, ഭാഷയും അത് കഴിഞ്ഞൊരു ബബ്ബ വന്നിട്ടാണ് രീതികൾ. ശരി, തുടങ്ങി. പെട്ടെന്ന്
എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് എന്ന തിരിച്ചറിവിൽ നിന്നും സമത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ലോകദർശനം മുന്നോട്ട് വെച്ച ആളായിരുന്നു കാൾ മാർക്സ്. അദ്ദേഹവും ഏംഗൽസും ചേർന്ന് എഴുതിയ ചെറിയൊരു ഒരു പാളിച്ച അവിടെ പാടി അല്ലേ അദ്ദേഹം കഴിഞ്ഞിട്ട്. അപ്പൊ തുടങ്ങിക്കോ. കറുപ്പിനും വെളുപ്പിനും അജഗജാന്തരമായി കണക്കാക്കുന്ന അധ്യാപകർ ഇവിടെ ഉണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ കഥ കൊത്തിവലിക്കുന്ന തത്താവർക്ക് പ്രിയപ്പെട്ടതും ആ അധ്യാപകൻ ഏതാണെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഏത് കോളേജിലുള്ള അധ്യാപകരാണ്? ശരി, അപ്പൊ ആരാണ് പ്രശ്നം കൊടുത്തത്? വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ. ക്ഷമിക്കണം. കട്ടപ്പനയിലെ നിങ്ങളൊന്ന് അടി ഉണ്ടാക്കി ഞാൻ അഹിംസയുടെ ഭാഗത്തിലാണ്. തുടങ്ങി. കട്ടപ്പനയിലെ പട്ടണക്കാട് തറവാട്ടിൽ നിന്ന് എട്ടപ്പവും പുട്ടും മുട്ടയും തട്ടുവിട്ട് പാട്ടും പാടി അട്ടപ്പാടിയിലേക്ക് പോയ കുട്ടപ്പനോട് ആരോ അജഗജാന്തരത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം മൂന്നാറിലെ വനനിരകളിൽ നിന്ന് മലയിലേക്ക് നീ പറഞ്ഞ ആള് ഞാനാണ്. ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കണ്ടതിൽ സന്തോഷം. ഓക്കെ, ആരാ പ്രശ്നം കൊടുത്തത്? രണ്ട് പറഞ്ഞോ. മലയും മലനിര എന്ന് പറഞ്ഞു. പിന്നെ ഒരു രാഗം ഉണ്ടായിരുന്നു. മലയും മലനിരയൊന്നുമല്ല, ഞാൻ കക്കാക്കാക്കാണ് എടുത്തു. ഞാൻ സമ്മതിച്ചേരാ. എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, തുടങ്ങി. ഒട്ടും കേട്ടിട്ടില്ലാത്ത ഈ വിഷയം കേട്ട് അമ്പരന്ന് നിന്നു. പക്ഷേ ഒന്നും അമർത്തില്ല. ഒട്ടും കേട്ടിട്ടില്ലാത്ത വിഷയം കേട്ട് വെച്ചാണ് അത്. ഗ്രാൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. രണ്ട് കേട്ട് ഗ്രാൻഡ് ചെയ്യൂ. ഓക്കെ, അപ്പൊ തുടങ്ങിയോ. കട്ടപ്പനയിലെ ഷാരൂഖ് ഖാൻ എന്ന് വിളിക്കാൻ പോലുമുള്ള സൗന്ദര്യമുള്ള ഈ മനുഷ്യന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇത്രമേൽ സൗന്ദര്യം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞ കാര്യം പ്രസരിച്ചു. ഷാരൂഖ് ഖാന് താടിയില്ല. സൗന്ദര്യം ചേട്ടൻ സൗന്ദര്യം പ്രസരിച്ചു. ഒരുപാട് സൗന്ദര്യത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോകുന്നത് എന്ന് പലപ്പോഴും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പാണോ? കള്ളം പറയില്ലേ? ഇങ്ങോട്ട് നോക്കി, മുഖത്ത് നോക്കി പോണം. കറക്റ്റാണോ? ആണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്രസ്തുത വിഷയത്തെ പറ്റി വളരെ ആസ്പദമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ കരിമ്പനയുടെ ഇളം കൂമ്പ് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് ആ നീരിൽ ഉറുമിക്കാച്ചി. ഞാൻ ഈ രണ്ട് നീര് പറയുന്നത് ഞാൻ ഓൺലൈനിൽ പറഞ്ഞു. കരിമ്പിന്റെ നീരെടുത്ത് നീര് വാറ്റിപ്പിഴിഞ്ഞ് രണ്ട് കരിമ്പനയുടെ നീരാണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാക്കിന്റെ കൂടെ വരാം. അയാൾ മറ്റേ ആൾ പറയും പോലെയാണ്. നീര് 2 പ്രാവശ്യം പറഞ്ഞു ഇല്ലയോ? ആണോ? തീർന്നു. ഒന്നാര അപ്പുറത്ത് 1980-കളിൽ മോഹൻലാൽ അഭിനയിച്ച ചിത്രം കിലുക്കം അഭിനയിച്ച ഓക്കെ. അപ്പൊ ആരാ പ്രശ്നം വന്നല്ലോ അല്ലേ? ശരി, തുടങ്ങി. എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് കേൾക്കാനുള്ളതും തമ്മിൽ അജഗജാന്തരം. എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് കേൾക്കാനും ഉള്ളതും പറയാനുള്ളതും കേൾക്കാനുള്ളതും ഉള്ളതും. യെസ്, ഓക്കെ. കേൾക്കാനുള്ളതും പറയാനുള്ളതും പ്രശ്നമില്ല. സന്ധ്യയല്ല, കേൾക്കാൻ പ്ലസ് ഉള്ളതുമാണ് തിരിച്ചെഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചെഴുതിയാണ് പ്രശ്നം. എന്താണ് ടീച്ചേഴ്സ് പറയുന്നത്? തിരിച്ചെഴുതിയത് ഒരു പ്രോബ്ലം ആയോ? തെറ്റല്ല. കണ്ടിന്യൂ. അല്ല, അവിടെ കണ്ടിന്യൂ. ശരി, സ്റ്റാർട്ട്. ബാക്കി പറയാം. 1986 മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 2024 കഴിയുമ്പോൾ ഈ ഓഗസ്റ്റിലേക്ക് എവിടെയാണ് മമ്മൂട്ടി എത്തി നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നിടത്താണ് അജഗജ. കുറിച്ച് എന്ന വാക്ക് ആവർത്തിച്ചു. ഏതാണ് കുറിച്ച് എന്ന വാക്ക്? കുറിച്ച് എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, തുടങ്ങി. 1986 മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രത്തെ പറ്റി പറയാനുണ്ട്. ദേശീയ പുരസ്കാരത്തിന്റെ വേദിയിലേക്ക് അയാൾ കടന്നു ചെല്ലുമ്പോൾ വിധികർത്താക്കൾ പറഞ്ഞത് അരയനായ അച്ചൂട്ടിക്ക്. വിധികർത്താക്കൾ പറഞ്ഞത് ആരാണ്? 4 വിധികർത്താക്കൾ പറയൂ. പറയാറുണ്ട് പറഞ്ഞത്. ഏതാണ്? പറയാറുണ്ട് എന്ന പറഞ്ഞത്. ഓക്കെ, അപ്പൊ 4 തുടങ്ങിക്കോ. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതത്തിൽ ഒരു കടുങ്കാപ്പിയെ പോയി സെക്കൻഡ് പറഞ്ഞു. കടുങ്കാപ്പി കഴിഞ്ഞിട്ട് അല്ലേ? കുടിച്ച് കഴിഞ്ഞിട്ട് പറയാം. ചൂടുണ്ടായിരുന്നു, തെന്നിപ്പോയി.
ഓക്കെ. അരയനായ അച്ചൂട്ടിയെ പൂർത്തീകരിച്ച് തന്നെ ഞാൻ തുടങ്ങാം. ഇത്രയും സൗന്ദര്യം ഒരു പോയി വീണ്ടും. ഓക്കെ, തുടങ്ങിക്കോ. സ്റ്റാർട്ട്. കിലുക്കം, ചിത്രം, ഇസൈന് സന്തുള്ള, ഭരതൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ മോഹൻലാൽ കാഴ്ചവെച്ച അഭിനയവും ആ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിലുള്ള ഒരു കാര്യവും ആലോചിക്കുമ്പോഴാണ് കൃത്യമായി അജഗജാന്തരം എന്ന വാക്കിന്റെ നിർവചനത്തെ കുറിച്ച് പറയാൻ പറ്റുന്നത്. അവിടെ പോയി ശ്വാസം തൊണ്ടയിൽ മോഹൻലാലിനെ പറ്റിയാണ് പറഞ്ഞത്. മോഹൻലാലിനെ വെച്ചിട്ട് തുടങ്ങിക്കോ. മട്ടനും മുട്ടനും ബിരിയാണിയും സാമ്പാറും ഇഡലിയും പത്തിരിയും തമ്മിലുള്ള മട്ടനും ആടെന്ന് പറഞ്ഞാൽ പോരെ. മട്ടനാണല്ലോ ആട്, ആടാണല്ലോ മട്ടനാവുന്നത്. ചിക്കന് കോഴി പറഞ്ഞാൽ ആടിന്റെ ഇറച്ചിയുടെ പേരെന്താണ്? ആട്ടിറച്ചി. പറഞ്ഞ പോരെ. മട്ടൻ ആ. മട്ടൻ അപ്പൊ തുടങ്ങിക്കോ. എവിടെ ഞാനില്ലേ? ഞാൻ തന്നെ അപ്പൊ പിന്നെ ആരാ പറയണ്ടേ? തിരിഞ്ഞു നോക്കണം. അവിടെ കൂടെ വന്നോണ്ടായിരുന്നു. എല്ലാരും തിരിഞ്ഞു നോക്കണം അല്ലേ? ഓക്കേ, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. അത്തരത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാനും മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരം എന്ന മോഹൻലാലും മമ്മൂട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പറയാനുണ്ട്. ഇതല്ലേ കഴിഞ്ഞോട്ടും പറഞ്ഞു. പറഞ്ഞ പേരിലെ ബസർ അടിച്ചത്. മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരം അല്ല, വേറെ കാര്യമുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ അല്ല, കഴിഞ്ഞ വട്ടം തുടങ്ങിയത് ഞാനും മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ചിന്തിച്ച് നിർത്തിയെടുക്കുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് അപ്പൊ ആശം ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു വാക്കും ഇനി പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണ്. വ്യത്യാസവും അജഗജാന്തരവും ഒരുമിച്ച് വന്ന പ്രശ്നം. പറയേണ്ടതൊക്കെ ഓക്കെ, അപ്പൊ ബസ് അമർത്തി ആരാണ്? ആസിഫ പറഞ്ഞു. ആസിഫല്ലേ ബസ് അമർത്തിയത്? പറഞ്ഞു. ആരാ ബസ് അമർത്തിയത്? ശരി. ഇപ്പൊ സ്റ്റാർട്ട്. ആട്ടിറച്ചിയും കോഴിയിറച്ചിയും പോത്തിറച്ചിയും ഇറച്ചി, ആടിന്റെ കോഴിയുടെ അത് ഒരു ഇറച്ചി പറഞ്ഞാൽ മതിയായിരുന്നു. ആട്ടിറച്ചി കഴിഞ്ഞിട്ട് അങ്ങ് വേറെ ടോപ്പിക്കിലോട്ട് പോയാൽ മതിയായിരുന്നു. കുട്ടിക്ക് എല്ലാം ഇഷ്ടമായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ഓക്കെ, പറഞ്ഞോ. പോത്തിറച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ചലച്ചിത്ര മാന്ത്രികന്റെ ജെല്ലിക്കെട്ടിനെ കുറിച്ച് ഓർത്തു പോവുകയാണ്. ചുരുളി കണ്ടതിന് ശേഷം കുറിച്ച് ജെല്ലിക്കെട്ടിനെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു സിദ്ധാർത്ഥ്. ഓക്കെ, ആസിഫേ തുടങ്ങിക്കോ. അജഗജാന്തരം എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇറച്ചിയെയും മീനിനെയും ചലച്ചിത്രത്തെയും കൊണ്ടുവരുന്നത് ചലച്ചിത്ര തത്ത എന്നൊക്കെ പറയുന്നു. ചലച്ചിത്ര അജഗജാന്തരം എന്ന വാചകം നിർദ്ധാരണം ചെയ്യപ്പെടേണ്ട ഒരു സമസ്യയാണ്. അനേകായിരം ഉദാഹരണങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനെയും കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ദുൽഖർ സൽമാനെ വേണം ഞാൻ കൊണ്ടുവരാം. മമ്മൂട്ടി മോഹൻലാല് ദുൽഖറാണ് ഫുൾ ടൈം. അതും വിടില്ല. അടുത്ത ഓക്കെ, രണ്ട് പറഞ്ഞു. ബസ് പറഞ്ഞത് രണ്ട് തന്നെയാണല്ലോ അല്ലേ? കുറിച്ച് രണ്ട് കുറിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇതിനൊക്കെ ഓർമ്മ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മ വേണം ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ. പറഞ്ഞു. ദുൽഖർ സൽമാനെ കൊണ്ടുവരാൻ കഴിവുള്ള മനുഷ്യൻ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ പിതാവിന്റെ പ്രായമല്ല യൗവനം നോക്കി അവർ തമ്മിൽ അജഗജാന്തരം ഉണ്ട് എന്ന് എന്റെ സ്വതം ഫുൾ ഇടപെടലാണ്. അടുത്ത് നിൽക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അപ്പുറത്ത് വരുന്നോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. റെഡി, സ്റ്റാർട്ട്. എന്താണ് പറയാൻ വന്നതെന്ന് മറന്നുപോയെങ്കിലും മറ്റെന്തെങ്കിലും പറഞ്ഞു. എങ്കിലും കഴിഞ്ഞിട്ടൊരു ലാഗ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയോ? ഇത് കർത്താക്കൾ ശ്വാസം വിട്ടതാണ്, പക്ഷെ അതൊരു ശ്വാസത്തിന് മുമ്പ് പ്രശ്നം വന്നാണല്ലോ. 1986-ഉം 1848-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനിടയിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് നമുക്ക് പറയാനുള്ളതെന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്. പറയാനുള്ളതെന്നാണ്, അറിയിക്കാനുള്ളതെന്നാണ്, അമ്പലക്കരയിൽ നിന്ന് അമ്പഴങ്ങയും കൊണ്ട് ചെമ്പട്ട് നാട്ടിലേക്ക് ചട്ടമ്പിയെ വിളിക്കാൻ പോയ സമയത്ത് ചെമ്പട്ടാണോ പ്രശ്നമായത്? രണ്ട് നൂറ്റാണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അഭിപ്രായ ഭിന്നതകളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. കുറച്ച് നേരം ഇവിടെ പറഞ്ഞു വന്നില്ല. പക്ഷെ ആസിഫ തന്നെയാണ് അപ്പൊ ഇനി പറയേണ്ടത്. എന്തോ ബസറിന്റെ പ്രോബ്ലം ആണ്. ബസർ എന്തെങ്കിലും ബസർ വർക്കർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം ആസിഫാണ് ക്ലിക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്.
ആരാ ക്ലിക്ക് ചെയ്തത്? ബസർ അമർത്തിയത്? ഞാനിങ്ങനെ കണ്ടത് നേരെയല്ല. ഞാൻ കണ്ടില്ല. അല്ല എന്നാലും ഹിബയുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിലേക്ക് എന്നെ കണ്ടില്ല. ഇവര് തമ്മിൽ അടി ഉണ്ടാവരുത്. അല്ല അല്ല പറഞ്ഞു ആരാ? ആ ഞാൻ കണ്ടത് ആ പറഞ്ഞ് നിന്ന സമയത്ത് ആസിഫ് ബസർ അമർത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ നിർത്തിയതാണ് വസ്ത്രം ഞാൻ ഓക്കെ, അതുകൊണ്ടാണ്. ശരി, അതറിയാതെ അമർത്തിയതായിരിക്കും. അല്ലെങ്കിൽ ആ അമർത്തിയത് എന്തുകൊണ്ടാണെന്ന് പറയുക. കുറിച്ച് രണ്ടോണം ഒന്നുകൊണ്ടാണ് അമർത്തിയത്, പക്ഷെ അവനാണ് ആദ്യം അമർത്തിയത്. എനിക്ക് അറിഞ്ഞൂടാ. ശരി ശരി ശരി, തുടങ്ങിക്കോ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അല്ല ഞങ്ങൾക്ക് തമ്മിൽ അറിയത്തില്ല ആരാ ആദ്യം. ഇവര് തമ്മിൽ അറിയില്ല ആരാണ് ബസർ അമർത്തിയത്. ഞാൻ രണ്ടോട്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരിൽ ആര് പറയും? ഹിബ പറഞ്ഞോളൂ. എന്തൊരു സത്യസന്ധതയാണ്. ഒരു കാര്യം ചെയ്യും, ആസിഫ് തുടങ്ങിക്കും. ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ആസിഫ് ബസർ അമർത്തിയതാണ് എന്നാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ആസിഫ് സ്റ്റാർട്ട് ചെയ്യും. 2 നൂറ്റാണ്ടിന്റെ വ്യത്യാസം പറയുമ്പോൾ 1900-ന്റെ തുടക്കത്തിൽ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷിന്റെ ഭരണാധികാരി കൊണ്ടുവന്ന ഒരു നിയമത്തെ കുറിച്ച് ബ്രിട്ടീഷുകാരെ ബിലാത്തി എന്ന് മലയാളത്തിൽ പറയും. മലയാള പദം ഉള്ളതുകൊണ്ട് തീർച്ചയായും ബിലാത്തിക്കാരെന്ന് പറയാം. പറയാം. മലയാളത്തിൽ ബ്രിട്ടീഷ് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ പറയാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ പറയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥ് പറയും. ബിലാത്തികളും പറങ്കികളും ലന്തക്കാരും അധിനിവേശം കൊണ്ട് അത് ഈ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. പറഞ്ഞോളൂ. ബിലാത്തിക്കാരുടെ അധിനിവേശത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ജാലിയൻ വാലാബാഗും പൂക്കോട്ടൂർ യുദ്ധവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട മലബാറിലെ അധികാരത്തോടെ അപ്പൊ ഒരു വലിയ കയ്യിൽ ആഗ്രഹം. എല്ലാവരും നന്നായിട്ട് പോരാടി അല്ലേ എന്ന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? പറയൂ. സിദ്ധാർത്ഥ്, ആസിഫ്, ആഫിയ, മുനവർ, അബ്ദുൾ, ഹിബ. ഓക്കെ, ഇനിയൊരു എനിക്കൊന്ന് 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് കൊടുക്കാം ഇവർക്ക്. കാരണം ഇത് കഴിഞ്ഞ് ഇവര് വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ളവരാണ്. റൈറ്റ്, നെക്സ്റ്റ് റൗണ്ട്. അപ്പൊ ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ്. ഓക്കെ. പക്ഷെ ഈ റൗണ്ടില് വിഷയം വേറൊരു വിഷയമാണ് അല്ലെ, പൊതുവിഷയമാണ്. അതിനൊരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു തുടങ്ങുക. ഇതേപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ, എല്ലാം അറിയാമല്ലോ അല്ലെ. അടി ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? നന്നായിട്ട് പഠിച്ചില്ലേ? വഴക്കുണ്ടാക്കാൻ, അടി ഉണ്ടാക്കാൻ അല്ലേ? സിദ്ധാർത്ഥ്, ആസിഫേ, നിങ്ങൾ നല്ല കമ്പനിയായതല്ലേ? ഇവ നിങ്ങളുടെ കമ്പനിയാണല്ലോ അല്ലേ? ഇവ പഠിച്ചല്ലോ. അപ്പൊ റെഡി അഫിയ? അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് റൗണ്ട് 2 പൊതുവിഷയം സ്പോൺസർഡ് ബൈ ഭീമ ജ്വല്ലേഴ്സ്. അപ്പൊ ഈ റൗണ്ടിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങേണ്ടത് ആസിഫാണ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ സിദ്ധാർത്ഥ് തുടങ്ങി, സെക്കൻഡ് റൗണ്ടിൽ ആസിഫ്, തേർഡ് റൗണ്ടിൽ ആഫിയ. അങ്ങനെയാണ് ഈ റൗണ്ട്സ് പോകുന്നത്. അങ്ങനെയാണ് മൊത്തം 6 റൗണ്ട്. അപ്പൊ ഈ റൗണ്ടില് ആസിഫ് തുടങ്ങേണ്ട ടോപ്പിക്ക് ഞാൻ പറയുകയാണ്. പൊതുവിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് എടുക്കാം അതിനെപ്പറ്റി പറയാൻ. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ 1000 ജീവിത പരീക്ഷണങ്ങൾ കൊണ്ട് വെന്ത് നീറുമ്പോഴും ആ വെന്ത് നീറുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തില്ലെന്നാണോ? ആണോ? അങ്ങനെയായോ? ഇവര് തമ്മിയാണ് എപ്പോഴും അടി. ഈ ഒരു പ്രശ്നം തീർക്കണം അല്ലേ? പക്ഷെ എനിക്കത് അങ്ങനെ വ്യക്തമായിട്ട് തോന്നിയില്ല പറഞ്ഞതില്. അത് പറഞ്ഞു. ഓ, ആ ചിലപ്പോ പല ആൾക്കാരും പറയുന്ന സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ നമ്മള് ഉഷാറാണോ അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഇനി പറയുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, കെയർഫുൾ ആകുക. ഉച്ചാരണവും അതായത് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. വെന്ത് നീറുമ്പോഴും ആ കാലുകൾ കൊണ്ട് ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാതെ നിൽക്കുമ്പോൾ ഒരു ഭരണകൂടമാണ് അവർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. 5. അറിയാതെ ബസറിന്റെ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ബസർ അമർത്തിയില്ല, പക്ഷെ തന്നെ ആയതാണോ?
ബസറിന്റെ ആരെങ്കിലും നോക്കാനുണ്ടോ? അല്ല ഏതാ മിഷൻ തന്നെ ബസർ അമർത്തിയായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളുടെ ഈ ഒരു ടൈമില് ചെറിയ ഇപ്പൊ നേരത്തെ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞിട്ട് അതെന്നെ എനിക്കത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ കുഞ്ഞിക്ക ഫാൻസ് എത്ര പേരുണ്ട് ഇവിടെ? ദുൽഖർ സൽമാൻ ഫാൻസ് ഇത്രയും പേര്. അപ്പോൾ ആരും കുഞ്ഞിക്ക ഇഷ്ടമില്ലേ? പിന്നെ ഇപ്പൊ അതായി നോക്കിക്കോ. ലാലേട്ടൻ ഫാൻസും ഉണ്ട് അല്ലേ? എന്താ കൊണ്ടേ ഓക്കെ. അപ്പൊ ഞാൻ ദുൽഖർ സൽമാൻ ഫാൻസിന് വേണ്ടി ദുൽഖറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി? ഞാൻ ദുൽഖർ സൽമാൻ. ഇതാണ് മൈക്കും ഓക്കെ, റെഡി? ഞാൻ ദുൽഖർ സൽമാൻ. ഇതാണ് ബാംഗ്ലൂർ പുപ്പടകടലെ ഷെഫിന് വേണ്ടിയാ ഞാൻ ചെയ്യുന്നത്. അതല്ല, ഞങ്ങള് തെരുവുട്ടിയാണ്, പക്ഷെ തമ്മിൽ തമ്മിൽ കോരുന്നു. ജോണി മോനെ ജോണി, വാരം തിളക്കണ ഭൂമി പരക്കണ ലോകം അതിലലിയണ കാലം ഇത്. സുന്ദരി പെണ്ണേ ബാക്കി അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി വേണമെങ്കിൽ പാട്ട് പാടിക്കാം അല്ലേ? ഇത് നിൽക്കുമായിരുന്നെങ്കിൽ പാട്ട് പാടുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ബസറിന്റെ ഒരു പരിപാടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് പോകുന്നതായിരിക്കും. റെഡി? ഒന്ന് ബസർ അമർത്തി നോക്കിയാരെങ്കിലും? റെഡി? ഇപ്പൊ അമർത്തിയോ? ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. 5. ഓക്കെ, യെസ്, റെഡി? അപ്പൊ നമുക്ക് റെഡി അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആസിഫിനെ വെച്ചിട്ടാണ്. ഒരു മിനിറ്റ്. 2. ഓക്കെ, ആഫിയ, ഫിബ, മുനവർ. സൗണ്ട് ഇല്ല, ഒന്ന് ക്ലിക്ക് ചെയ്തേ. സൗണ്ട് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, റെഡി? 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണോ സൗണ്ട് വരെ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത്. എന്തായാലും ഇതിൽ കാണാമല്ലോ, പക്ഷെ സൗണ്ട് വരണം അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അടുപ്പിച്ച് 2 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ഓക്കെ, കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ ഈ 5ഉം 4ഉം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തോ. ഓക്കെ, അപ്പൊ റെഡി? അപ്പൊ ആസ്മേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഇത് വർക്ക് ആകുന്നില്ല എന്നുള്ള. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആസ്മേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രതീക്ഷ ഒരു ഭരണകൂടമാണ്, പക്ഷേ ഈ നാടിന്റെ വനവും കാടും വിറ്റുതുലയ്ക്കാൻ അവർ തുനിയുമ്പോൾ തുനിയുമ്പോൾ അവിടെ ചെറിയ കൺഫ്യൂഷൻ വന്നു. 4 ആരാണ്? അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. സാഫല്യമാകാത്ത പ്രണയത്തിന്റെ ഉണർത്തുപാട്ടുകൾ ഏറ്റുപാടി സാഫല്യമാകാത്ത പ്രണയത്തിനല്ല, സഫലമാകാത്ത പ്രണയമാണ് പറയുന്നത്. സാഫല്യമാകാത്ത വ്യാകരണപരമായിട്ട് തെറ്റാണ്. യുദ്ധം എന്ന് പറയുന്ന കെടുതി പരിസ്ഥിതിയുടെ മേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ കുറിച്ച്. കെടുതി ലാഗ് ഉണ്ടായിരുന്നു. കെടുതി കഴിഞ്ഞ് ലാഗ് ഉണ്ടായിരുന്നു. ചെറിയ പൊടിക്കൊരു ലാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. കെടുതി എന്ന് പറഞ്ഞൊരു ലാഗ് ഉണ്ടായിരുന്നു അല്ലെ? പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കട്ടെ. നിർത്തിയിടത്ത് എനിക്ക് ഫീൽ ചെയ്തു. തുടങ്ങി. യുദ്ധത്തിന്റെ കെടുതികൾ പരിസ്ഥിതിക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ കുറിച്ച് സംസാരം. 6. ഇപ്പൊ പറഞ്ഞോ? ആ കെടുതി ആ സമയമാണോ? ശരി, സ്റ്റാർട്ട് ചെയ്തു. ആസിഫേ, വൻ സപ്പോർട്ടാണല്ലേ? നമ്മള് വെട്ടി കൊടുക്കുവോ? ഓക്കെ. പച്ചപ്പരവതാനി വിരിച്ച കൊച്ചു കേരളത്തിലെ കാനനച്ചായകളും മരതകാടുകളും തേടിപ്പോയ ആ കാട്ടുകുരുവി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അവിടെ കാട്ടുകുരുവിയിൽ ആരോ ബസ് അമർത്തിയിട്ടുണ്ട്. കാടും കാട്ടുകുരുവിയും അത് രണ്ടും 2 വാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാടും കാടുകുരുവി എന്നല്ലോ, കാടും കാട്ടുകുരുവി എന്നല്ലേ പറഞ്ഞത്? കാട്ടുകുരുവിക്ക് വേറെ വാക്കുണ്ടോ? അതല്ല ഉദ്ദേശിച്ചത്. ആസിഫ് പറഞ്ഞത് നേരത്തെ കാട് പറഞ്ഞു, കാടും കാട്ടുകുരുവി അത് രണ്ടും 2 വാക്കായിട്ട് നമുക്കത് പറയാം. തീർച്ചയായിട്ടും പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യും. ആ കാട്ടുകുരുവി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് ഞാനാണ്. മലയാളിയുടെ പരിസ്ഥിതി ബോധത്തെ
തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. യുദ്ധം പരിസ്ഥിതിക്ക് മേൽ വർഷിക്കുന്ന നാശത്തെ കുറിച്ചുള്ള ചിത്രമാണ് ഗൂർണിക്ക. അത് വരച്ച പാബ്ലോ ഡിയേഗോ ജോസ്. അത് തന്നെയാണോ ഇപ്പൊ രണ്ടാം അത് വരച്ച കഴിഞ്ഞ ലാഗ് ഉണ്ടായിരുന്നു. അത് വരച്ചറിയാൻ എനിക്ക് തോന്നി. സ്റ്റാർട്ട് ചെയ്തു. പരിസ്ഥിതിക്ക് മേൽ ഏൽപ്പിക്കുന്ന പോയി ഒരു ലാഗ് ഉണ്ടായിരുന്നു. പറഞ്ഞോ. മലയാളിയുടെ പരിസ്ഥിതി ബോധത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ പോവേണ്ടത് പശ്ചിമഘട്ട. നമ്മൾ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാവർക്കും പരിസ്ഥിതി ബോധം ഉണ്ടോ ശരിക്കും, അതോ ചുമ്മാ നിന്ന് പറയുന്നതാണോ? ഉണ്ടോ? ഉണ്ടോ? പിന്നെ സിദ്ധാർത്ഥന്റെ പരിസ്ഥിതി ബോധം എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ നിറയെ ചെടികളുണ്ട്. ആ അതല്ലേ പരിസ്ഥിതി. ആ ചെടിക്ക് ആരെ വെള്ളം ഒഴിക്കുന്നതെന്ന് കൂടെ പറഞ്ഞു. ഞാൻ തന്നെ വീട്ടില് ആരെ ചേട്ടനും അച്ഛനെയൊക്കെ നട്ടു വളർത്തുന്നതായിരിക്കും അല്ലേ? ആണ്. അപ്പൊ നമ്മൾ ചുമ്മാ വീട്ടിലുള്ളതുകൊണ്ട് പറയും ഇതെല്ലാം ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്തത് ആണ്. പ്രകൃതിയാണ്. ഓക്കെ. അപ്പൊ സിദ്ധാർത്ഥല്ലേ കണ്ടുപിടിച്ചേ? പറഞ്ഞു. പ്രകൃതി ദുരന്തത്തെ കുറിച്ച് ഗൂർണിക്ക കണ്ടുപിടിച്ചത് എന്താണ് കുറ്റം പറയും? അത് പറഞ്ഞായിരുന്നു അവിടെ ആവർത്തിച്ചു. തുടങ്ങി. പ്രകൃതി ദുരന്തത്തെ കുറിച്ച് ഗൂർണിക്ക എന്ന ചിത്രം വരച്ച പാബ്ലോ ഡിയേഗോ ജോസ് ഫ്രാൻസിസ്കോ നെപ്പമ്യൂസിനോ മരിയ ഡിലോസ് റെമഡിയോസ് സിപ്രിയാനോ സാന്റസിമ റൂയിസ് ബൈ പിക്കാസോ എന്ന വിശ്വവിഖ്യാത പിക്കാസോയുടെ ഫുൾ നെയിം നല്ല പേര്. വിഷയത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന സംശയം. അല്ല ഇതിലിപ്പോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്താ ചോദിക്കുന്നത്? വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നൊരു സംശയം. അതായത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തിൽ നിന്ന് വേറെ ഒരു റൂട്ടിലേക്ക് പോയോ എന്നുള്ളതാണ് മുനിവറിന്റെ. ഞാൻ ആദ്യം പരിസ്ഥിതി സംരക്ഷണം യുദ്ധം വഴി ഗൂർണിക്കയിൽ വന്നപ്പോ എല്ലാവരും ബസ് അടിച്ചു. അപ്പൊ ഞാൻ വേറെ പറയാൻ പറഞ്ഞു ഗൂർണിക്കയുടെ ബാക്കി പറഞ്ഞു. അപ്പൊ എന്ത് ടോപ്പിക്കാ വേണ്ടത് സിദ്ധാർത്ഥന്? എനിക്ക് പരിസ്ഥിതി സംരക്ഷണം മതി. പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? പരിസ്ഥിതി സംരക്ഷണം. ശരി, ഓക്കെ. അപ്പൊ അതിന് ഇതിനൊരു കാര്യം മുനിവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കൂടെ ഞാൻ പറയുകയാണ്. ഇനി കുറച്ചും കൂടെ ടോപ്പിക്കിൽ നിന്ന് വളഞ്ഞു വരാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ടോപ്പിക് എന്താ? പരിസ്ഥിതി സംരക്ഷണം. അപ്പൊ അത് വെച്ച് തന്നെ പറയുക. ഇപ്പൊ തൽക്കാലം എനിക്ക് തോന്നുന്നു മുനിവറിന് പറയാമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ആ ടോപ്പിക്ക് കുറച്ചും കൂടെ ഒന്ന് കേട്ടോ, അത് വെച്ച് പറയുക. ആ തടസ്സം രേഖപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്യും. പ്രിയമുള്ളവരെ, വികാരനിർഭരവും ദുഃഖസാന്ദ്രവുമായ കവിതകൾ എഴുതി അക്ഷരങ്ങൾ കൊണ്ട് മനുഷ്യഹൃദയങ്ങളിലേക്ക് പോയി. ലേക്ക് കഴിഞ്ഞ് പോയി. 3 അഫിയ 50 സെക്കൻഡാണ് എനിക്ക് വേണ്ടത്. ആർഷഭാരത സംസ്കാരത്തിന്റെ ഏടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും അത് നമ്മെ തിരിച്ചും കുഴപ്പം എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊരു ഗ്യാപ്പ് വന്നു. സംരക്ഷിക്കണമെന്നും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയാണ്? ശരി, സ്റ്റാർട്ട് ചെയ്തു. അതായത് എല്ലാവരും വളരെ ഫ്ലോയിൽ പറഞ്ഞു പോവുക. ഇടയ്ക്കൊരു ചെറിയൊരു പൊടിക്കൊരു ഡ്രോപ്പ് വന്നാൽ പോലും ഇവര് കണ്ടുപിടിക്കും. അതാണ് എല്ലാവരും ഒന്ന് നോക്കേണ്ടത്. അപ്പൊ ഹിബയല്ലേ പറയേണ്ടത്? സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിന്റെ ജലസംഭരണിയായ പശ്ചിമ. കേരളത്തിന്റെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം? മുനവര പറഞ്ഞു. കേരളത്തിന്റെ കഴിഞ്ഞിലാകില്ല പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കട്ടെ. ദുഃഖസാന്ദ്രവും ആവർത്തിക്കട്ടെ അല്ലേ? ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ. 6 ഇനി നിങ്ങൾ തമ്മിലുള്ള പോരാട്ടം അടിച്ച് പിരിയാണ്. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഇവരൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. പറഞ്ഞു. 2500-ൽ പരം അംഗീകരിച്ച ഖനികളും അതിലേറെ അംഗീകരിക്കപ്പെടാതെ പോകുന്ന അംഗീകരിക്കപ്പെടാത്ത ഒരു വാക്കായിട്ട് പറയാം. അംഗീകാരം അല്ലേ? സ്റ്റാർട്ട് ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉദാത്തമായ മാതൃകകളെ കുറിച്ച് കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ടൽക്കാടുകൾക്ക് വേണ്ടി നിതാന്തം പോരാടിയ കല്ലേൻ പൊക്കുടൻ എന്ന പേര് പറയാതെ എങ്ങനെയാണ് ആ ചർച്ച പൂർത്തിയാവുക? പരിസ്ഥിതി സംരക്ഷണ വ്യവഹാരങ്ങളെ കുറിച്ച് കറക്റ്റ് വിഷയം വന്നുണ്ടോ? വിഷയത്തിലേക്കല്ലേ? അതാണ് മുനവറിന്റെ ഇടപെടൽ കാരണം വിഷയം വന്നുണ്ടോ? കറക്റ്റാ. ഒന്നും മനസ്സിലായില്ലേ? നോക്കി നിൽക്കുകയായിരുന്നു. സംരക്ഷണം അല്ല, പരിസ്ഥിതി സംരക്ഷണം വിഷയമാണ്. രണ്ടുമാണ് ആവർത്തിക്കണം പറഞ്ഞ. എന്നാലും പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞൊരു വിഷയം തരുമ്പോൾ വിഷയത്തിന്റെ ടോപ്പിക്ക് നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല എന്ന് പറഞ്ഞു. അന്ന് റൂൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ഉണ്ട്. എങ്കിൽ കുഴപ്പമില്ല. പറഞ്ഞു. അത് ഹിബ കേട്ടില്ലായിരുന്നു അല്ലേ ആ പറഞ്ഞ റൂൾ? ഓക്കെ, ശരി. അത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പോലും പ്രകൃതിയുടെ ഉന്നമനത്തിന് വേണ്ടി ആളുകൾ നിലകൊണ്ടിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന ചിന്ത എല്ലാവരിലും വരുമ്പോൾ എന്ന ചിന്ത അതിന് മുമ്പ് ഒരു എന്ന പറഞ്ഞു
കല്ലേൽ പൊക്കുടനെ ഉദ്ധരിക്കുന്ന എന്റെ സുഹൃത്തിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എനിക്ക് അവിടെ ഒരു തമ്മിലുണ്ട്. എനിക്ക് തോന്നിയത് എനിക്ക് തോന്നി 2 ആസിഫെ പറഞ്ഞോ. പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിന് ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. കല്ലേൽ പൊക്കുടനപ്പുറത്തേക്ക് പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് ഗാഡ്ഗിലും കസ്തൂരിരംഗനും പറഞ്ഞ വാക്കുകളെ നമ്മൾ എന്തുകൊണ്ടാണ് ഓർമ്മിക്കാതെ പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിയണം, അതെ. പക്ഷെ എന്ന് 2 പ്രാവശ്യം വന്നു. ഇതിനു മുമ്പും അവന്റെ എന്നല്ലേ കണ്ടുപിടിച്ചത്, അതാണ് തിരിച്ച് എന്ന് കണ്ടുപിടിച്ചത്. എന്നൊരു വിഷയം തന്നെയാണ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട്. പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് വനങ്ങളിലും കാടുകളിലും മാത്രമല്ല കടലുകളിലേക്ക് കൂടി കടന്നു ചെല്ലേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എന്നത് വാക്കാണ്. 5 അമർത്തിയത്, പക്ഷേ 5 പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം എന്ന കണ്ടുപിടിച്ച എന്താണ് പ്രശ്നം പറഞ്ഞോളൂ. പ്രസ്തുത വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ആലുവ പുഴയുടെ കളകളാരോ മുഴകുന്ന കുഞ്ഞോളങ്ങൾക്ക് ഇന്ന് തലോളിലേക്ക് പഴകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയുടെ എന്താണ് എനിക്ക് ലാഗ് തോന്നിയില്ല. വിധികർത്താക്കൾ ലാഗായിട്ട് തോന്നിയില്ല. അത് പറഞ്ഞാൽ എനിക്കത് അത്ര വ്യക്തമായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല, പറഞ്ഞു. കണ്ടിന്യൂ. അവിടെ വെച്ചത് എവിടെ വെച്ചാണ് നിർത്തി അത് കണ്ടുപിടിക്കണം അല്ലേ? എന്നാലും പറഞ്ഞു. പ്രസ്തുത വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ആലുവ പുഴയുടെ കളകളാരോ ഒഴുകുന്ന കുഞ്ഞോളങ്ങളെ തഴിയുണർത്തിക്കൊണ്ട് ഇന്നിന്റെ പരിസ്ഥിതി കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി വർക്കാവുന്നുണ്ടോ? പൊട്ടിച്ചോ എന്ന് അറിയാൻ വേണ്ടി. പൊട്ടിച്ചു അല്ലേ? പൊട്ടിച്ചില്ല. ഓക്കെ, അപ്പോ എവിടെ എന്താ പറ്റുക? കൊണ്ടിന്റെ ഇടയിൽ ലാഗ് വന്നു പറഞ്ഞു. കേരളത്തിൽ ജീവിക്കുന്ന 80 ദശലക്ഷം ജനങ്ങളുടെ ജലസംഭരണിയായി വർത്തിക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഖനികൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ബോധവാന്മാരാവാൻ? 5 പരിസ്ഥിതി സംരക്ഷണം എന്ന ഈ പ്രസ്തുത വിഷയത്തെ ആസ്പദമാക്കി അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അത് ഒന്ന് സിദ്ധാർത്ഥ കണ്ടുപിടിച്ചു. സിദ്ധാർത്ഥ ശീതീകരിച്ച പരിസ്ഥിതി ഉച്ചകോടികളിലെ മുറികളെക്കാൾ എന്നെ മരവിപ്പിക്കുന്നത് ഞാനാ കണ്ടുപിടിച്ചത്. ആരും വന്നില്ല. അതാരാ കൊല്ലാതിരേ ദേഷ്യപ്പെടാതെ എന്റെ അടുത്ത് പൊട്ടിക്കരുത്. ഇതിന്റെ പൈസ കൂടെ കൊടുത്തിട്ട് ഇവൻ ഇറക്കി കൊടുത്തുള്ളൂ. ഓക്കെ, ആസിഫല്ലേ ക്ലിക്ക് ചെയ്ത്? അല്ല, ശരി, കറക്റ്റാ. എനിക്ക് തോന്നി അത് ആരാ ക്ലിക്ക് ചെയ്താ ആദ്യം? അത് വന്നില്ലെന്നുള്ള ഷുവറാണോ? ശരി, ഇപ്പൊ 2 ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 സ്റ്റാർട്ട് വരുന്നു. അപ്പൊ കറക്റ്റ് അല്ലേ? ഓക്കെ. കഴിഞ്ഞ 3 കൊല്ലമായി പ്രകൃതിയെ സംരക്ഷിക്കാത്തതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളാണ് നാം. പ്രളയം മലയാളികളാണ്. ആരെ കണ്ടുപിടിച്ചു? അതുകൊണ്ടാണോ ക്ലിക്ക് ചെയ്തത്? നമ്മൾ 2 പേരും കണ്ടുപിടിച്ചു. കറക്റ്റ്, സ്റ്റാർട്ട് ചെയ്തു. സൈനിക വനത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുഗതകുമാരി ടീച്ചറും സലീം അലിയും ഒക്കെ അവിടേക്ക്. അത് ശ്രദ്ധിക്കുന്നതാണ്. അത് ഇംഗ്ലീഷ് അല്ല, ടീച്ചർ എന്ന് പറയുന്നത് അധ്യാപകൻ. പരിസ്ഥിതി ഉച്ചകോടികളിലെ ശീതീകരിച്ച മുറികളെക്കാൾ എന്നെ മരവിപ്പിക്കുന്നത് എൻഡോസൾഫാൻ ബാധിച്ച് മരിച്ച കുട്ടികളുടെ 5 വല്ലാണ്ട് എന്റെ മരവിച്ച എൻഡോസൾഫാൻ. പക്ഷെ വാക്ക് എന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യണേ. ആദ്യം തൊട്ടിനി പറഞ്ഞിങ്ങളെ 1980 എൻഡോസൾഫാൻ ദുരന്തം വിതച്ച എൻമകജയിലെ അമ്മമാരുടെ കണ്ണുനീരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. സൈലന്റ് 3 വനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പാത്രക്കട വനത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ആസ്പെക്ട് ചോദിക്കാം. എന്താ ആദ്യം ഒന്ന് പറഞ്ഞില്ലേ? ഏത് സൈലന്റ് 3 അവിടെ പറഞ്ഞു? ഞാനല്ല. തേപ്പോട് കൂടി അവസാനിച്ചല്ലേ? അപ്പൊ ഈ ഒരു റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആയി വെള്ളമൊക്കെ കുടിച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ.
റൗണ്ടിനെ പറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞേ? നോക്കൊന്നും കണ്ട കാണിക്കുന്നില്ല. ഈ ആൾമാറാട്ടം ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ ഇതിപ്പോ 6 പേരുണ്ട്. ആൾമാറാട്ടം എന്നുള്ളൊരു പരിപാടി ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എത്ര പ്രായമുണ്ട്? എത്ര ഏജ് ഉണ്ട്? 20 വയസ്സ്. എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ ഒരു ഏജ് എന്ന് കൂട്ടിക്കും അല്ലേ? അവരുടെ ഇതുവരെ അങ്ങനെ ഒരു ആൾമാറാട്ടം ലൈഫിൽ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? വിളിച്ചു പറ്റിച്ചിട്ടുണ്ടോ? ആണ്. ആരെ? എല്ലാരെയും വിളിച്ചു പറ്റിക്കാറുണ്ട്. സുഹൃത്തുക്കളെയൊക്കെ ആരാന്ന് പറഞ്ഞാൽ വിളിക്കാറ്? മൈക്കിൽ പറ. പുതിയ സിനിമ എടുക്കൂലേ? എല്ലാ ദിവസവും പുതിയ സിനിമ എടുക്കുമോ? എന്നിട്ട് വിളിച്ച് ഇങ്ങനെ ഓരോ ആൾക്കാരെ പിടിച്ചിട്ടിരിക്കും. ആണ്. അപ്പൊ പണി തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആണല്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Round 3 ആൾമാറാട്ടം presented by പ്രകാശ് പബ്ലിക്കേഷൻസ്. അപ്പൊ ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയും. ആ വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ആ വ്യക്തിയെ പറ്റി ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ആ വ്യക്തിയെ പറ്റി നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പൊ ആ വ്യക്തിയെ പറ്റി ഞാൻ പറയാം. ഈ അടുത്തിടെ ആയിട്ട് ഈ വ്യക്തി എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്ന് അറിയാവുന്നവരിവിടെ പറയരുത്. അതായത് ഓൾറെഡി ഇത് കണ്ടവര് ഇവിടെ പറയരുത്. ഓൾറെഡി നേരത്തെ അറിയാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഞാൻ ക്ലൂ തരാം. ഈ വ്യക്തിയെ പറ്റി കുറച്ച് നാളുകളായിട്ട് പല സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കൊന്നും ഈ വ്യക്തിയെ പേഴ്സണലായിട്ട് അറിയുന്നില്ല, പക്ഷെ പോപ്പുലർ ആണ്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? അല്ല, അത് പറയുന്നു. പേഴ്സണലായിട്ട് അറിയാലോ. വേറെ ഓപ്ഷൻ ആരാണ്? കേട്ടില്ല. ടോമസിലോ? ഓക്കെ, ഫൈൻ. വേറെ അടുത്തത് ഉറക്കെ പറയോ? നല്ല ആത്മാറാട്ടോ. ഞാനീ ആത്മാറാട്ടോ. ഓക്കെ, മനോഹർ എന്തെങ്കിലും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബോബി ചമ്മണ്ടു. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെ വെച്ചിട്ടാണ്? ആഫിയ വിഷുവിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോബി ചമ്മണ്ടൂരായിട്ട് സംസാരിക്കുക 50 സെക്കൻഡ്. അതിൽ സെയിം റൂളാണ്. റിപ്പീറ്റ്. ഇംഗ്ലീഷ് വേർഡ്സ്, തടസ്സം, വിക്കൽ എല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പൊ കുറച്ച് ബാക്കിൽ നിൽക്കുന്നവരായിട്ട് തോന്നുന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ റൗണ്ടിൽ തിരിച്ചു കയറാൻ ട്രൈ ചെയ്യുക അല്ലേ? സ്വാഭാവികമായിട്ടൊരു ഗെയിമിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഏത് ഗെയിമിന്റെ. ഓക്കെ, അപ്പൊ ഈ ടൈം സ്റ്റാർട്ട്സ് ചെയ്യണം. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഒരു പൊങ്ങച്ചമായി തോന്നുന്നുവെങ്കിൽ അത് തെറ്റല്ല. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് പൊങ്ങച്ചമായിട്ട് തോന്നുന്നു. ഏതാ? പൊങ്ങച്ചമായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിലപാട് ആണോ? ഞാൻ പോകുന്നു. ജഡ്ജസ്, അവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, പ്രകടമല്ല, അതാണ് എനിക്ക് തോന്നിയത്. സ്റ്റാർട്ട് ചെയ്തോളൂ. പണ്ട് 9ാം തരത്തിൽ പഠിക്കുമ്പോൾ ഞാനും എന്റെ സുഹൃത്തും കൂടി ബാംഗ്ലൂരിൽ പോയി വരുന്ന കാഴ്ചയാണ്. ബാംഗ്ലൂർ അല്ല, അതൊരു എന്താണ് കാര്യം? ബംഗളൂരു എന്ന് പറയാൻ പറ്റും. ബംഗളൂരു എന്ന് പറയാം. ബാംഗ്ലൂർ തന്നെ. ഒരു ഡൗട്ട്. എന്റെ പേര് എന്റെ വീട്ടിൽ വിളിക്കുന്ന അമ്മു എന്നാണ് വിചാരിക്കുക. എന്നെ പുറത്ത് വിളിക്കുന്നത് പോകുമ്പോ അഫിയ എന്നാണ് വിളിക്കുള്ളൂ. പുറത്തെ ആൾക്കാർ ബാംഗ്ലൂർ എന്നാണ് ബാംഗ്ലൂർ. അഫിയക്ക് ഒരു മലയാളമായിട്ട് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ബാംഗ്ലൂരിന് ഓപ്ഷൻ ഉണ്ടോ? അഫിയ എന്ന വ്യക്തിക്ക് മലയാളത്തിൽ അത് എങ്ങനെ നമ്മൾ പറയും? ഞാൻ അതല്ലേ പറഞ്ഞേ. അഫിയ എന്നുള്ളത് അതൊരു പേര്, അതുപോലെ തന്നെ ഒരു സ്ഥലപ്പേരല്ലേ ഈ ബാംഗ്ലൂർ. ബാംഗ്ലൂരു ബാംഗ്ലൂർ ജഡ്ജസ് പറയും. ബംഗളൂരു മലയാളം അല്ല. അപ്പൊ എന്താണ് പറയേണ്ടത്? ബാംഗ്ലൂർ മംഗലാപുരം. മലയാള ഭാഷ ഉദ്ധരിക്കുക എന്ന് പറയുമ്പോ കുറച്ചും കൂടി ഇംഗ്ലീഷിനോട് സാമ്യപ്പെട്ട വാക്കാണ്. അല്ല, മംഗലാപുരം എന്ന് പറയാൻ പറ്റില്ല, കാരണം ബാംഗ്ലൂർ അല്ലല്ലോ മംഗലാപുരം. ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂരിന്റെ മംഗലാപുരം പറയുന്നത് പോലെ. പക്ഷെ അതൊരു പേരാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല. മൈക്ക് ഓഫ് ആക്കി കളഞ്ഞു. എന്നെ എന്തെങ്കിലും പറയാൻ അനുവദിക്കൂ സുഹൃത്തേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അനുവദിക്കുന്നില്ലല്ലോ.
മിസ്റ്റേക്ക് ആണോ? ഇല്ല, അത് ബസ്സിന് അമർത്താത്തോണ്ട് ഹിമയ്ക്ക് അത് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, സ്റ്റാർട്ട് ചെയ്തു. എല്ലാരും ബസ്സിനുള്ള ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ. ശരി ശരി ശരി. അപ്പൊ പക്ഷെ ഇതിനകത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേര് അബ്ദുൾ ആണ് പ്രസ് ചെയ്തത് അല്ലെ, പക്ഷെ പറഞ്ഞില്ല സോറി എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അതേസമയം ഹിബ പറഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഹിബയുടെ ബസ് അവിടെ കണ്ടില്ല, വർക്കിംഗ് അല്ല. ഓക്കെ, ഇവിടെ വർക്കിംഗ് അല്ല. ആദ്യം ആരാണോ പ്രസ് ചെയ്യുന്നത് അവരുടെ കാണിക്കൂ. അത് കഴിഞ്ഞ് പിന്നെ റീസെറ്റ് ചെയ്താലാണ് അടുത്ത ആൾ. ഇപ്പൊ ഇവിടെ ഉണ്ടായ പ്രശ്നം ആദ്യം പ്രസ് ചെയ്തത് അബ്ദുൾ ആണ്, പക്ഷെ അബ്ദുൾ പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് ആണ്, സോറി ഇവിടെ തെറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ കണ്ടിരിക്കും. അത് വരാത്തത് ആദ്യം ക്ലിക്ക് ചെയ്തല്ലോ, അതിപ്പോ നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ. ക്ലിക്ക് ചെയ്ത് അതിവിടെ കാണിച്ചില്ല. അതാ പറഞ്ഞേ, ബസർ അമർത്തുന്നത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ബസർ അമർത്തിയ ആൾക്ക് അബദ്ധത്തിൽ സംഭവിച്ചാണല്ലോ. തീർച്ചയായും തൊട്ടടുത്ത ആൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പൊ അതിവിടെ അമർത്തിയോ? 6 തെളിഞ്ഞോ? 6 തെളിയണമെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് സത്യത്തിൽ മത്സരാർത്ഥിയുടെ ഭാഗത്ത് വന്ന ഒരു പിഴവാണ്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹിബയ്ക്ക് പറയാം. ഓക്കെ, ഹിബ കണ്ടിട്ട് സ്റ്റാർട്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ പറയുന്നതിനെല്ലാം തള്ളു എന്ന് പറഞ്ഞുകൊണ്ട് പരിമിതപ്പെടും. ഞാൻ പറയുന്നതിനെ തള്ളു എന്ന് പറഞ്ഞു. ശരി, അപ്പൊ ആസിഫ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്വർണ്ണ കച്ചവടക്കാരുടെ ചക്രവർത്തി എന്ന് അറിയപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് തപ്പിയതായിട്ട് തോന്നിയില്ല. തോന്നിയോ ജഡ്ജസ്? കണ്ടിട്ടു. 1990 മുംബൈയുടെ അധോലോകത്തിലേക്ക് കടന്നു ചെല്ലുന്ന വേളയിൽ എന്നെ തടയാൻ നോക്കിയവരെയെല്ലാം മുംബൈ ബോംബെ അത് രണ്ടും ഹിന്ദിയും ഇംഗ്ലീഷും അല്ലേ, മലയാളമൊന്നുമല്ലല്ലോ. അല്ല, അതിപ്പോ നേരത്തെ നമ്മുടെ ജഡ്ജി പറഞ്ഞു ബാംഗ്ലൂരിൽ പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുംബൈ ബോംബെ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നേരത്തെ അത് അതുപോലെ ആവേണ്ടതായിരുന്നു. സോ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാമെന്നാണ് എന്റെ വിശ്വാസം. ജഡ്ജി പറഞ്ഞു. എന്നെ തടഞ്ഞവരെയെല്ലാം തിരിച്ചു തള്ളിയ പോയി. പറഞ്ഞു. എന്റെ വാക്കുകളെ തള്ളെന്ന് പരിമിതപ്പെടുത്തുന്ന നിങ്ങളുടെ മനസ്സിന്റെ കുലീനത എത്രമാത്രം കുറഞ്ഞതാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ചെമ്മണ്ണൂർ ആഭരണശാലയിലേക്ക് സുവർണലോഹം തേടി കോള സ്വർണ്ണ ഖനിയിലേക്ക് എന്റെ സുഹൃത്തായ റോക്കിയെ സ്വർണത്തിന്റെ പര്യായാണ് സുവർണം. അപ്പോ കോളാർ സ്വർണ്ണഖലിയിലെ എന്റെ സുഹൃത്തായ റോക്കിയെ കാണാൻ ചെന്നപ്പോൾ കർണാടകയുടെ ഒരു വശത്ത് കടലും മറ്റേടത്ത് അവനുമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അധോലോകത്തിലേക്ക് കടന്നു ചെന്ന ആ ഒരു വേളയിൽ ഇതിനു മുമ്പും കടന്നു ചെന്നു പറഞ്ഞു. ശരി, അപ്പൊ സ്വർണ്ണാഭരണങ്ങളുടെ അനുഭൂതി പ്രപഞ്ചങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ അനുകൂലീകരിക്കപ്പെട്ട ഒന്നാം തരത്തിൽ പഠിക്കുമ്പോൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും പൊങ്ങിക്കിടക്കാൻ സാധിക്കുകയും ചെയ്ത എന്റെ കഴിവിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അഭിനന്ദിക്കാത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാണ് എന്റെ കഴിവിനെ എന്നാണ് എന്ന് 2 പ്രാവശ്യം. ശരി, അപ്പോ അത് നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ പറയാൻ എന്നെ പറ്റി എനിക്കും അതാണ് പ്രസ് ചെയ്തത്. അതുകൊണ്ടാണ് പ്രസ് ചെയ്തത്. എന്നെ പറ്റി എനിക്കും അത് 2 വാക്കായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ? എന്നെ പറ്റി 2 വാക്കാണ്, എനിക്ക് 2 വാക്കാണ്. തീർച്ചയായും അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്തു. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ പൊക്കി പറയാൻ മറ്റൊരു എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ പൊക്കി പറയാൻ അത് കറക്റ്റാണ്. ശരി, ഒന്ന് സിന്ധു. ചെമ്മണ്ണൂരിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ചെങ്ങമനാട് വഴി തെങ്ങിൻ ചങ്ങാടത്തിൽ സ്വർണം കടത്താൻ പോയപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, ആനക്കാട്ടിൽ ചാക്കോച്ചി. അദ്ദേഹത്തിന്റെ അച്ഛൻ 4ാം തരത്തിൽ പഠിക്കുമ്പോൾ പുള്ളിയുടെ അപ്പൂപ്പനെ ആരോ വെട്ടിക്കൊന്നിരുന്നു. അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാൻ അവസരം ലഭിക്കാത്ത വിദ്യാഭ്യാസമില്ലാതായ പോയ ജനസമൂഹങ്ങൾക്ക് വേണ്ടി ഒരു വിദ്യാലയം തുടങ്ങണമെന്ന എന്റെ അദമ്യമായ ആഗ്രഹത്തിന് പുറത്ത് അപ്പൂപ്പന്റെ പേര് ആനക്കാട്ടിൽ അത്
ചാക്കോച്ചി. ചാക്കോച്ചിയുടെ അപ്പൂപ്പന്റെ പേര് അപ്പൂപ്പന്റെ പേര് തങ്കച്ചൻ. കിടക്കട്ടെ. ഒന്ന് വരുന്നല്ലേ ഇന്ന്. ഓക്കേ, ആരാ പ്രൊഫസർ പറഞ്ഞത്? ഓക്കേ, ആ സൂപ്പർ. സ്റ്റാർട്ട്. 4ാം തരത്തിൽ പഠിക്കുമ്പോൾ ഷൂമാക്കറേക്കാൾ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്ന 9ാം തരത്തിൽ കുഴപ്പമില്ല. 4 ആരാ? ആ പഠിക്കാൻ കഴിയുന്ന ഉണ്ട്. തുടങ്ങിയോ? സൗന്ദര്യ ലോകത്തിനപ്പുറത്തേക്ക് അനുകൂലീകരിക്കപ്പെട്ടവരുടെ കണ്ണീരിന്റെ ഉപ്പുരസം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കേരളത്തിലെമ്പാടും ഞാൻ ഞാൻ 2 പ്രാവശ്യം. അതല്ലെങ്കിൽ കറക്റ്റ്. സ്റ്റാർട്ട് ചെയ്തു. എന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ എന്നെ വളച്ചു കെട്ടിയൊടിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്നെ ഞാൻ ശ്രദ്ധിച്ചു. കറക്റ്റ്. കറക്റ്റ്. സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കേട്ടു. ശരി, സ്റ്റാർട്ട് ചെയ്തു. കണ്ണീരിന്റെ വില എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളുടെ വീടിരിക്കുന്ന സ്ഥലം മേടിച്ച് അവർക്ക് തന്നെ ഞാൻ കൊടുത്തത്. അത് തള്ളാണ് എന്ന് നാട് ഒരിക്കലും പറയുകയില്ല. പറയുകയില്ല. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വന്നില്ലേ? ഞാൻ സൗണ്ട് വരുന്നില്ല ഇതിന്റെ. അല്ല, അത് റീസെറ്റ് ആയതുകൊണ്ടാണ് വരാറ്. ഇപ്പൊ ഞാൻ വ്യക്തി കാണിച്ചിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഒരു സെക്കൻഡ്. ഞാനാണ്. അമർത്തിയത് ഞാൻ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്തു. നെയ്യാറ്റിൻകരയിലെ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാൻ ഞാൻ എപ്പോ സംസാരിച്ചു തുടങ്ങി നിങ്ങൾ ചുമ്മാ മൈൻഡിൽ ഓർത്ത് നോക്കില്ല. നിങ്ങളിപ്പം എത്ര റൗണ്ട് കഴിഞ്ഞു? 3 റൗണ്ട് കഴിഞ്ഞു. ഓരോരുത്തരുടെയും പെർഫോമൻസ് സെൽഫ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ഇവിടെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കുക. അതിനുള്ള റൗണ്ട്സ് കളിക്കുമ്പോഴും അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ മൈൻഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചുകൂടെ കളിക്കാൻ പറ്റും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ. അവിടെ കൂടെ തലവെക്കടേ. ഓക്കെ, അപ്പൊ ഈ 4th റൗണ്ടാണ്. ഒരു 2 മിനിറ്റ് നിൽക്കുക.